Hello all and welcome back to our discussion on partnership accounts chapter. We almost all topics cover except conversion of a partnership firm into a company or sale to a company. That is, partnership firm dissolution നടക്കുന്നുണ്ട് പക്ഷെ dissolution നടന്നു കഴിഞ്ഞ് partnership firm പുതിയ എക്സിസ്റ്റൻസ് കിട്ടുകയാണ് അല്ലെങ്കിൽ ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കമ്പനി ഇതിനെ ടേക്ക് ഓവർ ചെയ്യുകയാണ്. ഈ രണ്ട് സിനാരിയോയും കൂടെ നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. So, നമ്മൾ പഠിച്ച എല്ലാ കേസസിലും even if it's amalgamation of firm, even if it is sale to a firm, conversion to a company or sale to a company, ഒരു partnership firm എന്തായാലും ഡിസോൾവ് ആകുന്നുണ്ട്. സോ അതുകൊണ്ടാണ് ഈ ഒരു ചാപ്റ്ററിന്റെ ആംബിറ്റിനുള്ളിൽ ഈ ഒരു പെർട്ടിക്കുലർ ഏരിയ വരുന്നത്. നമ്മൾ പറയുന്ന ആദ്യത്തെ പാർട്ട്ണർഷിപ്പ് ഫേം ഡിസോൾവ് ആകുന്നു, പക്ഷെ ഡിസോൾവ് ആകുന്നത് കൊണ്ട് നിൽക്കുന്നില്ല. അത് ഒന്നെങ്കിൽ പുതിയതായിട്ട് രൂപീകരിക്കപ്പെടുന്ന വേറൊരു ഫേമിൽ ഒരു പാർട്ട്ണർഷിപ്പ് ഫേം ആയിട്ട് തന്നെയോ അല്ലെങ്കിൽ കമ്പനി ആയിട്ട് തന്നെയോ. ഇനി സെയിൽ ഓഫ് എ ഫേം ഇൻ ടു എ കമ്പനി ഓർ കൺവേർഷൻ ഓഫ് ഫേം ഇൻ ടു എ കമ്പനി, രണ്ടും ഓൾമോസ്റ്റ് അക്കൗണ്ടിങ് ഒക്കെ സെയിം ആണ്. എന്ത് മാത്രമാണ് ഡിഫറൻസ്? ആ വാക്കുകളിലുള്ള ഡിഫറൻസ് മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ പ്രൊസീജിയറൽ ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. കൺവേർഷൻ ഓഫ് ഫേം ഇൻ ടു എ കമ്പനി എന്ന് വെച്ചാൽ എന്താണ്? ഒരു പാർട്ട്ണർഷിപ്പ് ഫേം ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിരുന്നു, അതിനെ കമ്പനിയാക്കി മാറ്റി. ഇപ്പൊ പാർട്ട്ണർഷിപ്പ് ഫേം ഡിസോൾവ് ആകും, പകരം ആ പാർട്ട്ണർഷിപ്പ് ഫേമിലുള്ള അസറ്റും ലയബിലിറ്റിയും പാർട്ട്നേഴ്സും ഒക്കെ കമ്പനിയിലെ ഡയറക്ടേഴ്സ് ഒക്കെയായി പുതിയൊരു രീതിയിൽ ആ കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്നു എന്നുള്ളത് മാത്രമേ. ഇനി സെയിൽ ഓഫ് ഫേം ഇൻ ടു എ കമ്പനി ആണെങ്കിലോ അവിടെയും പാർട്ട്ണർഷിപ്പ് ഫേം ഡിസോൾവ് ആകുന്നു, പക്ഷെ ഡിസോൾവ് ആകുന്ന ഫേം എങ്ങനെയാണ് ഡിസോൾവ് ആകുന്നത്? മറ്റൊരു കമ്പനിക്ക് വിറ്റിട്ടാണ് ഡിസോൾവ് ആകുന്നത്. രണ്ട് കേസിലും പുതിയതായിട്ട് ഈ പാർട്ട്ണർഷിപ്പ് ഫേം കണ്ടിന്യൂ ചെയ്യാൻ പോകുന്ന കമ്പനിയാണ്. സെയിൽ ഓഫ് എ ഫേം ഇൻ ടു കമ്പനിയിൽ മോസ്റ്റ്ലി ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കമ്പനി ഈ ഫേമിനെ ടേക്ക് ഓവർ ചെയ്യുന്ന സിനാരിയോ ആയിരിക്കും, അല്ലെങ്കിൽ പുതിയതായിട്ടൊരു കമ്പനി ഇൻകോർപ്പറേറ്റ് ചെയ്യുന്നു ഈ ഫേം ടേക്ക് ഓവർ ചെയ്യാൻ. കൺവേർഷൻ ഓഫ് എ ഫേം ഇൻ ടു കമ്പനി എന്ന് പറഞ്ഞാൽ ഫേം തന്നെ ഡിസോൾവ് ആക്കിയിട്ട് ഒരു കമ്പനി ആയിട്ട് മാറും. ആ ഒരു ടെക്നിക്കൽ ഡിഫറൻസ് മാത്രമേ ഉള്ളൂ, പക്ഷെ കണ്ടന്റ്സ് എല്ലാം സെയിം തന്നെയാണ്. ഇനി നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത ഈ സ്പെഷ്യൽ ട്രാൻസാക്ഷൻസ് ഞാൻ ഓൾറെഡി നിങ്ങളോട് പറഞ്ഞിരുന്നു. ഫേമിന് വേണ്ടി ജസ്റ്റ് അഡീഷണൽ ഇൻഫർമേഷൻ ആയിട്ട് കുറച്ച് വേർഡ്സ് എൻ്റർ ചെയ്യണമെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ അല്ലേ. പക്ഷെ അതർ ദാൻ ദാറ്റ് അന്ന് ഡിസ്കസ് ചെയ്ത അതേ പോയിന്റ്സ് ഒക്കെ തന്നെയാണ് ഇവിടെയും നമ്മൾക്ക് റിപ്പീറ്റ് ആയിട്ട് വരാൻ പോകുന്നത്. അതായത് ഡിസൊല്യൂഷൻ ഓഫ് എ ഫേമിൽ സാധാരണ ചെയ്യുന്ന എല്ലാ എൻട്രീസും അല്ലെങ്കിൽ എല്ലാ പ്രൊസീജിയറും വരും. അലോങ് വിത്ത് ദാറ്റ് ടു സ്പെഷ്യൽ ട്രാൻസാക്ഷൻസ് ആർ ടു ബി റെക്കോർഡഡ്. വൺ ഇസ് പർച്ചേസിംഗ് കമ്പനി taking over the firm and settling the purchase consideration. ഇത് കൺവേർഷൻ ആയാലും ശരി, സെയിൽ ഇൻ ടു കമ്പനി ആയാലും ശരി, പർച്ചേസ് ചെയ്യുന്ന കമ്പനി ആരാണോ അവര് ഫേമിനെ ടേക്ക് ഓവർ ചെയ്യുന്നത് ഒരു പർച്ചേസ് കൺസിഡറേഷൻ സെറ്റിൽ ചെയ്തിട്ട്. നമ്മൾ പറഞ്ഞു നമുക്കൊരു വീട് വേണമെങ്കിൽ നമ്മളൊരു വില നിശ്ചയിക്കുമല്ലോ ആ ബയറിന് കൊടുക്കാൻ വേണ്ടി, വീട് വിൽക്കുന്ന ആൾക്ക് കൊടുക്കാൻ വേണ്ടി. ആ വില നിശ്ചയിക്കുന്നതിനെയാണ് പർച്ചേസ് കൺസിഡറേഷൻ എന്ന് അക്കൗണ്ടിങ് ടെർമിനോളജിയിൽ പറയുന്നത്. സോ അതിനുള്ള എൻട്രി ആണ് പർച്ചേസിംഗ് കമ്പനി അക്കൗണ്ട് ഡെബിറ്റ് ടു റിയലൈസേഷൻ. ഇത് ഏതിന് പകരം നമ്മൾ റെക്കോർഡ് ചെയ്യുന്നതാണ്? അസറ്റ്സ് എല്ലാം മാർക്കറ്റിൽ ഒന്നൊന്നായി വിറ്റ് ക്യാഷ് റിയലൈസ് ചെയ്യുന്നതിന് പകരവും ചില കേസിലൊക്കെ ലയബിലിറ്റി ക്യാഷ് കൊടുത്ത് സെറ്റിൽ ചെയ്യുന്നതിന് പകരം നെറ്റ് എഫക്റ്റ് ആയിട്ട് എന്ത് ചെയ്യുന്നു? ആ പുതിയതായിട്ട് വന്ന കമ്പനി ഈ അസറ്റ് ആൻഡ് ലയബിലിറ്റി ടേക്ക് ഓവർ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾക്ക് ഈ പർച്ചേസ് കൺസിഡറേഷൻ സെറ്റിൽ ചെയ്യുന്നത്. അപ്പൊ ആ ഡിസ്പോസൽ ഓഫ് അസറ്റ് ആൻഡ് ലയബിലിറ്റി പോയിന്റിന് എഗൻസ്റ്റ് ആയിട്ടായിരിക്കും, അല്ലെങ്കിൽ അതിനെ റീപ്ലേസ് ചെയ്തായിരിക്കും മോസ്റ്റ്ലി ഈ എൻട്രി വരാൻ പോകുന്നത്. സോ by this entry we are making the purchase company a debtor till he pays off his debt either in the form of cash or shares. അതായത് അയാളെ നമ്മൾ തൽക്കാലം ഡെറ്ററായി വെച്ചിരിക്കുകയാണ്, എൻ്റെ അസറ്റും ലയബിലിറ്റി ഒക്കെ എടുത്തുകൊണ്ട് പോയത് കാരണം. എന്നിട്ട് അയാൾ ക്യാഷ് ആയിട്ടോ അല്ലെങ്കിൽ ഷെയർസ് മുഖേന എനിക്ക് സെറ്റിൽ ചെയ്ത് കഴിയുമ്പോൾ ഇയാളെ ഞാൻ ഡെബിറ്റ് മാറ്റി അക്കൗണ്ട് ക്ലോസ് ചെയ്യും. സോ ഫസ്റ്റ് സ്പെഷ്യൽ ട്രാൻസാക്ഷൻ അതാണ്. രണ്ടാമത്തെ ട്രാൻസാക്ഷൻ നമ്മൾ പറഞ്ഞ ഈ പർച്ചേസ് കമ്പനിയുടെ കയ്യിൽ നിന്ന് കിട്ടേണ്ട ആ പർച്ചേസ് കൺസിഡറേഷൻ, അത് ക്യാഷ് ആവാം, ഇക്വിറ്റി ഷെയർസ് ആവാം, പിന്നെ ഓരോ ക്വസ്റ്റ്യൻ അനുസരിച്ച് പ്രിഫറൻസ് ഷെയർ, ഡിബെഞ്ചർ ഒക്കെ ആയി മാറ്റിയെന്ന് ഇരിക്കാം. അത് ക്വസ്റ്റ്യൻ അനുസരിച്ച് മാറ്റുക. ഇതൊരു കോമൺ ആയിട്ട് ഈ രണ്ട്
amount അല്ലെങ്കിൽ ഈ രണ്ട് ലെഡ്ജേഴ്സ് ആയിരിക്കും നമ്മൾ സാധാരണ ഡിസ്ബേഴ്സ്മെന്റിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. പക്ഷെ ക്വസ്റ്റ്യൻ അനുസരിച്ച് ഇതിന് മാറ്റം വരാം. ഇനി കുറച്ച് ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് ആണ്. ഫൈനൽ സെറ്റിൽമെന്റ് ടു പാർട്ട്നേഴ്സ്, അതായത് കമ്പനിയായിട്ട് സെയിൽ ചെയ്താലും കൺവേർഷൻ നടത്തിയാലും പാർട്ട്ണർഷിപ്പ് ഫേമിലെ പാർട്ട്നേഴ്സിന് സെറ്റിൽമെന്റ് നടത്തുന്നു അല്ലേ. അതാണ് നമ്മൾ ഈ പർച്ചേസ് കമ്പനി ടേക്ക് ഓവർ ചെയ്തിട്ട് സെറ്റിൽമെന്റ് നടത്തുന്നതിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അതെപ്പോഴും ആദ്യമേ ഇക്വിറ്റി ഷെയർസ് വഴിയായിരിക്കണം. അതായത് ആ കമ്പനിയിലെ ഓണേഴ്സ് ആക്കി ഈ പാർട്ട്നേഴ്സിനെ ഒരു പരിധി വരെ നമ്മൾ മാറ്റും. ആൻഡ് ദെൻ ഫൈനലി ഔട്ട് ഓഫ് ക്യാഷ്. അപ്പോൾ മാക്സിമം നമ്മൾ ആദ്യമേ സെറ്റിൽമെന്റ് നടത്തുന്നത് ഇക്വിറ്റി ഷെയർസ് കൊടുത്തും, പിന്നെ ബാക്കി ചിലപ്പോൾ എന്തെങ്കിലും ഫ്രാക്ഷൻ കിടപ്പൊക്കെ ഉണ്ട്. അതായത് നമുക്ക് ഷെയർസ് 10 രൂപയുടെ ഷെയർ ആണെങ്കിൽ 10ന്റെ മൾട്ടിപ്പിൾസ് ആയിട്ട് നമുക്ക് അവർക്ക് സെറ്റിൽ ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ. സോ അവസാനം വരുമ്പോൾ ഇവരുടെ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ എഴുതുമ്പോൾ ഒരു 5 രൂപയും കൂടെ കൊടുക്കാനുണ്ട്. ആ 5 രൂപ എങ്ങനെ അവർക്ക് കൊടുക്കാൻ പറ്റും? ഷെയർ പകുതിയാക്കാൻ പറ്റുമോ? ഇല്ല. സോ ദെൻ അങ്ങനെയുള്ളതൊക്കെ ക്യാഷ് ആയിട്ട് കൊടുക്കും. ഇനി ഇതല്ലാന്നുണ്ടെങ്കിൽ ക്വസ്റ്റ്യനിൽ പറയുന്ന അനുസരിച്ച് മാറ്റം. ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ ഇതാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. ഇനി ഈ പർച്ചേസ് കൺസിഡറേഷൻ എങ്ങനെയാണ് പാർട്ട്നേഴ്സ് ഷെയർ ചെയ്യേണ്ടത് അല്ലെ. പർച്ചേസ് കൺസിഡറേഷൻ ഒരു ഒറ്റ എമൗണ്ട് ആണ്. അത് നമ്മൾ ഒന്നിൽ കൂടുതൽ പാർട്ട്നേഴ്സ് ഉള്ള, അതായത് രണ്ടിൽ കൂടുതൽ പാർട്ട്നേഴ്സ് ഉള്ള ഒരു പാർട്ട്ണർഷിപ്പ് ഫേമിലെ എല്ലാവർക്കും ആ പർച്ചേസ് കൺസിഡറേഷൻ്റെ ഒരു ഭാഗം കിട്ടണം അല്ലേ. അപ്പൊ എത്ര കിട്ടണം? അതിന് നമ്മൾ ഒന്നെങ്കിൽ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ അല്ലെങ്കിൽ ക്യാപിറ്റൽ റേഷ്യോ ആണ് യൂസ് ചെയ്യുന്നത്. മോസ്റ്റ്ലി ക്യാപിറ്റൽ റേഷ്യോ ആയിരിക്കും യൂസ് ചെയ്യാൻ പോകുന്നത്. Mostly capital ratio, which again question അനുസരിച്ച് you can have changes. The next important point is how to compute this purchase consideration. ഇത് ഫോർമുല ആയിട്ട് പഠിച്ചില്ലെങ്കിലും ലാസ്റ്റ് ക്വസ്റ്റ്യനിൽ സെയിൽ ടു എ ഫേമിലും അമാൽഗമേഷൻ ഓഫ് ഫേമിലും ഒക്കെ ഞാൻ പറഞ്ഞ പോയിന്റ് ആണ്. പർച്ചേസ് കൺസിഡറേഷൻ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? അസറ്റ്സ് ടേക്കൺ ഓവർ അറ്റ് എഗ്രീഡ് വാല്യൂസ്. ഓൾറെഡി ബുക്കിലുള്ള വാല്യൂ അല്ല, അതിൽ കൂടുതൽ എമൗണ്ടിനോ അതിൽ കുറവ് എമൗണ്ടിനോ അതേ എമൗണ്ടിനോ ആ കമ്പനിക്ക് അസറ്റ് ടേക്ക് ഓവർ ചെയ്യാം. അപ്പോൾ ടേക്ക് ഓവർ ചെയ്യുന്ന വിലയാണ് നമ്മൾ പർച്ചേസ് കൺസിഡറേഷന് വേണ്ടി എടുക്കേണ്ടത്. So assets taken over at agreed value less liabilities taken over at agreed value. That is purchase consideration. പിന്നെ അടുത്ത ഇമ്പോർട്ടൻറ്റ് പോയിന്റ്, ഓപ്പൺ സെപ്പറേറ്റ് ലെഡ്ജർ അക്കൗണ്ട്സ് ഓഫ് അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് നോട്ട് ടേക്കൺ ഓവർ ബൈ ദ കമ്പനി. അതായത് ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ കമ്പനി അസറ്റും ലയബിലിറ്റിയും ടേക്ക് ഓവർ ചെയ്യാതെ കിടക്കുന്ന ഐറ്റംസ് ഉണ്ടെങ്കിൽ, അങ്ങനെയാണെങ്കിൽ അതിൻ്റെ അർത്ഥം അത് നമ്മൾ ഫേം തന്നെ ഡിസോൾവ് ആകുന്നതിന് മുന്നേ ഡിസ്പോസ് ചെയ്യണം അല്ലേ. സോ ആ രണ്ട് ലെഡ്ജേഴ്സ് മാത്രം എന്ത് ചെയ്യും? റിയലൈസേഷനിലേക്ക് കൊണ്ടുവരാതെ സെപ്പറേറ്റ് അസറ്റ് ആൻഡ് ലയബിലിറ്റി അക്കൗണ്ട് ഓപ്പൺ ചെയ്യും ആദ്യത്തെ സ്റ്റെപ്പിൽ തന്നെ. അതായത് ഡിസ്മാൻഡ്ലിംഗ് ബാലൻസ് ഷീറ്റ് സ്റ്റെപ്പിൽ തന്നെ ഇത് സെപ്പറേറ്റ് ആയിട്ട് ഓപ്പൺ ചെയ്യും. എന്നിട്ട് അതിനെ വിൽക്കുകയോ സെറ്റിൽ ചെയ്യുകയും ചെയ്യും. ആ സെറ്റിൽമെന്റും വിൽക്കുന്നതും വഴി എന്തെങ്കിലും പ്രോഫിറ്റ് ഓർ ലോസ് ഉണ്ടെങ്കിൽ ദാറ്റ് ബിക്കംസ് പ്രോഫിറ്റ് ഓർ ലോസ് ഓൺ ഡിസ്പോസൽ ഓർ സെറ്റിൽമെന്റ്. എന്നിട്ട് അത് എങ്ങോട്ടേക്ക് എടുത്തുകൊണ്ട് പോകും? റിയലൈസേഷൻ അക്കൗണ്ടിലേക്ക് എടുത്തുകൊണ്ട് പോകും. ജസ്റ്റ് ലൈക്ക് എനി നോർമൽ ഡിസ്പോസൽ ഓഫ് അസറ്റ് ഓർ സെറ്റിൽമെന്റ്. Then what is capital ratio mentioned here? Capital taken up will be the balance amount to be settled after all adjustment. അതായത് പാർട്ട്നേഴ്സ് ക്യാപിറ്റലിലേക്ക് എല്ലാ അഡ്ജസ്റ്റ്മെന്റും റെക്കോർഡ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ കൊടുത്ത് തീർക്കേണ്ട എമൗണ്ട് ഉണ്ട് അല്ലേ. ആ എമൗണ്ട്സിന്റെ റേഷ്യോ ആയിരിക്കും ക്യാപിറ്റൽ റേഷ്യോ ആയിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത്. ഇത്രയുമാണ് നിങ്ങൾ ഓർത്തിരിക്കേണ്ട കുറച്ച് പോയിന്റ്സ്. Now without much ado, let's start our questions. ഇനി ഒരു 5 or 6 ക്വസ്റ്റ്യൻസും കൂടി ഉണ്ട്. അതിൽ ക്വസ്റ്റ്യൻ നമ്പർ 15 ആണ് നമ്മൾ ആദ്യം ട്രീറ്റ് ചെയ്യാൻ പോകുന്നത്. P and Q were carrying P and Q were carrying on business, sharing profits and losses equally. The firm's balance sheet as of 31st December 2013 was capitals, liability വന്നിട്ടുണ്ട്, assets വന്നിട്ടുണ്ട്, drawings account വന്നിട്ടുണ്ട്. The operations of the business were carried on till 36/2014. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. 31 ഡിസംബറിന്റെ ബാലൻസ് ഷീറ്റ് ആണ് നമുക്ക് തന്നിരിക്കുന്നത്.
പക്ഷേ ഈ പാർട്ട്ണർഷിപ്പ് ഫേം എന്ന് വരെ വീണ്ടും ബിസിനസ് തുടർന്നു. കഴിഞ്ഞ ബാലൻസ് ഷീറ്റ് ഡേറ്റ് കഴിഞ്ഞിട്ടും ഒരു 6 മാസം കൂടെ ബിസിനസ് കണ്ടിന്യൂ ചെയ്തു. P and Q both withdrew in equal amount, half the amount of profit made during the current period of 6 months after charging depreciation at 10% per annum on plant and after writing off 5% on building. During the current period of 6 months, creditors were reduced by 20,000 and bank overdraft by 5,000. The joint life policy was surrendered for, that is, the joint life policy was surrendered for 6,000 before June 30. Stock was valued at 84,000 and debtors at 68,000 on 36/2014. The other items remained the same as at December 2013. On June 2014, the firm sold its business to PQ Limited. അതായത് എന്ന് വരെ ബിസിനസ് തുടർന്നു എന്ന് പറയുന്നു. ആ തുടർന്ന് കഴിഞ്ഞിട്ട് ഇവരൊരു എൻഡിങ് ഡേറ്റ് തീരുമാനിച്ചിട്ടുണ്ട്. അന്നാണ് ഈ പാർട്ട്ണർഷിപ്പ് ഫേമിനെ കമ്പനിയിലേക്ക് സെയിൽ ചെയ്യുന്നത്. The value of goodwill was estimated at 1,30,000 and the remaining assets were valued on the basis of balance sheet as on 36/2014. PQ Limited paid the consideration in equity shares of 10 each. You are required to prepare balance sheet of the firm as a 36/2014 realization account, partners capital accounts showing final settlement between them. Yeah. So ഇവിടെ എന്താണ് പ്രത്യേകത? ക്വസ്റ്റ്യൻ ഫസ്റ്റ് പ്രത്യേകത, ഇത് പാർട്ട്ണർഷിപ്പ് ഫേം ഡിസോൾവ് ആകുന്നുണ്ട്, പക്ഷെ പകരം ഒരു കമ്പനിയിലേക്ക് സെയിലാണ് നടത്തുന്നത് അല്ലെ. മറ്റൊരു പ്രത്യേകത, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രത്യേകതയാണ്, that in all the questions we have done till now, ബാലൻസ് ഷീറ്റ് തന്നിരിക്കുന്ന ഡേറ്റ് എന്നാണോ, ബാലൻസ് ഷീറ്റ് ഡേറ്റ് 31 ഡിസംബർ ആണെങ്കിലും ഡിസൊല്യൂഷൻ നടക്കുന്നത് അതും കഴിഞ്ഞ് 6 മാസത്തിന് ശേഷമാണ്. പക്ഷെ ഇത്രയും ദിവസം നമ്മൾ ഡിസ്കസ് ചെയ്ത ഇതുവരെയുള്ള എല്ലാ പ്രോബ്ലംസിലും ബാലൻസ് ഷീറ്റ് ഡേറ്റ് എന്നായിരുന്നോ തന്നിരുന്നത് അന്ന് തന്നെയാണ് ഡിസൊല്യൂഷൻ നടത്തുന്നത് അല്ലെ. അപ്പൊ നമ്മൾ പ്രത്യേകിച്ച് ബോദർ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. അവിടെ ഇരിക്കുന്ന അസറ്റ് ആൻഡ് ലയബിലിറ്റി എല്ലാം കൂടെ നമ്മൾ ഡിസ്മാൻഡിൽ ചെയ്ത് സ്റ്റെപ്സിലേക്ക് സ്റ്റാർട്ട് ചെയ്ത് റിയലൈസേഷനിലേക്ക് പോസ്റ്റ് ചെയ്ത് ക്ലോസ് ചെയ്യാവുന്നതാണ്. പക്ഷെ ഇവിടെ 6 മാസം ബിസിനസ് കണ്ടിന്യൂ ചെയ്തു. 6 മാസം ബിസിനസ് കണ്ടിന്യൂ ചെയ്താൽ ഒരു ലാഭവും നഷ്ടവും ഒക്കെ ഉണ്ടാവില്ലേ? ഉണ്ടാവും. ആ ലാഭവും നഷ്ടവും ആർക്ക് കിട്ടണം? ഈ പാർട്ട്നേഴ്സിന് കിട്ടണം ബിഫോർ ഡിസൊല്യൂഷൻ. ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും? അവരുടെ ക്യാപിറ്റൽ അക്കൗണ്ട് കുറവായിരിക്കും. അപ്പൊ ആ കുറവ് ബേസ് ചെയ്തിട്ടായിരിക്കും ഷെയർസ് കിട്ടാൻ പോകുന്നത്. ഒരു നഷ്ടം വരും. പിന്നെ അത് മാത്രമല്ല, അസറ്റിലൊക്കെ വ്യത്യാസങ്ങൾ വരാൻ സാധ്യതയുണ്ട് അല്ലെ. അസറ്റ്സ് ഡിസംബർ 31 വാല്യൂ 1,60,60,000 ആണ്. അത് തന്നെ ആയിരിക്കും 30 ജൂണിന് ഉണ്ടാവുക? അല്ല. അസറ്റിൽ വ്യത്യാസം വന്നെന്നിരിക്കാം, ലയബിലിറ്റിയിൽ ചേഞ്ച് വന്നെന്നിരിക്കാം 6 മാസം കഴിയുമ്പോൾ അല്ലെ. അപ്പൊ ആ ചേഞ്ച് വന്നു കഴിഞ്ഞിട്ടുള്ള ബാലൻസ് ഷീറ്റ് ആണ് ശരിക്കും നമ്മൾക്ക് വേണ്ടത് ഡിസൊല്യൂഷൻ പർപ്പസിന് വേണ്ടി. അപ്പൊ ഈ ഒരു ബേസ് ബാലൻസ് ഷീറ്റ് വെച്ചിട്ട് നമ്മൾ പുതിയൊരു ബാലൻസ് ഷീറ്റ് 6 മാസത്തെ ആക്ടിവിറ്റി കഴിഞ്ഞിട്ടുള്ളത് പ്രിപ്പയർ ചെയ്യേണ്ടി വരും. ഇനി ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യാൻ നമ്മളോട് ചോദിച്ചു. അപ്പോൾ ചോദിച്ചിട്ട് ഓക്കെ ചോദിച്ചിട്ടുമുണ്ട് ബാലൻസ് ഷീറ്റ് ഓഫ് ദി ഫേം ആസ് 30/6/2014. ഇപ്പൊ ഈ ഒരു പോയിന്റ് ചോദിച്ചിട്ടില്ലായിരുന്നെങ്കിൽ നിങ്ങൾ വർക്കിംഗ് നോട്ട് ആയിട്ട് കഴിഞ്ഞ ബാലൻസ് ഷീറ്റ് ഡേറ്റ് തൊട്ട് എന്നാണോ ബിസിനസ് ക്ലോസ് ചെയ്യാൻ പോകുന്നത് അന്ന് വരെയുള്ള ട്രാൻസാക്ഷൻസിനെയൊക്കെ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് ഒരു ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യേണ്ടി വന്നിരിക്കാം. സോ ലെറ്റ് us start. നമ്മളെല്ലാം സൈമൾട്ടേനിയസ്ലി ചെയ്യും. സോ അതിനാദ്യം എഴുതുന്നത് ബാലൻസ് ഷീറ്റ്. സോ അതുകൊണ്ടാണ് ഈ ഒരു ക്വസ്റ്റ്യൻ ഞാൻ ഹെഡിങ് കൊടുത്തിരിക്കുന്നത് സെയിൽ ടു എ കമ്പനി, എന്നിട്ട് ബ്രാക്കറ്റിൽ സെയിൽ ടു എ കമ്പനി മാത്രമല്ല ബാലൻസ് ഷീറ്റ് ഡേറ്റിൽ നിന്ന് കുറച്ച് മാസത്തെ ആക്ടിവിറ്റിയും കൂടെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യും. ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ഒരു ഏരിയ ആണ്. പലപ്പോഴും നിങ്ങൾക്കും ക്വസ്റ്റ്യൻ എക്സാമിനൊക്കെ 6 months തന്നെ ആവണമെന്നില്ല. 1 month ബിസിനസ് ക്യാരി ഫോർവേഡ് ചെയ്യാം, 3 മാസം ചെയ്യാം, 9 മാസം ചെയ്യാം. അഗൈൻ 1 year തന്നെ വരാൻ സാധ്യതയില്ല. കാരണം 1 year എന്ന് പറഞ്ഞാൽ അടുത്ത വർഷത്തെ ബാലൻസ് ഷീറ്റ് ഡയറക്റ്റ്ലി നമ്മൾക്ക് തന്നാൽ മതി അല്ലേ. അതായത് 2 ബാലൻസ് ഷീറ്റ് ഡേറ്റ്സിനിടയിൽ എപ്പോഴെങ്കിലും ആയിരിക്കും ഈ
ഫേം ഡിസോൾവ് ആകുന്നത്? അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസും വരാൻ സാധ്യതയുണ്ട്. സോ ഡെഫിനറ്റ്ലി നിങ്ങൾ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ ബാലൻസ് ഷീറ്റ് ഒരെണ്ണം തന്നിട്ടുണ്ടെന്ന് വെച്ചാൽ അത് തന്നെ കൺസിഡർ ചെയ്യാൻ പാടില്ല. ഡേറ്റ്സ് റെലവെന്റ് ആണ്, നോക്കി വേണം എടുക്കാൻ. ഈ ബാലൻസ് ഷീറ്റ് തന്നെയാണോ എൻ്റെ ബേസ് ഫോർ ഡിസൊല്യൂഷൻ, അതോ പുതുതായിട്ട് നമ്മൾ ഒരെണ്ണം ഉണ്ടാക്കണോ? ബാലൻസ് ഷീറ്റ് ആസ് ഓൺ 36/2014. ഇനി അതിനോടൊപ്പം നമ്മളോട് എന്തൊക്കെ പ്രിപ്പയർ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടായ റിയലൈസേഷൻ അക്കൗണ്ട് ഉണ്ട്. And then partners capital showing final settlement. PMQ ആയിരുന്നല്ലേ? ഇനി ക്വസ്റ്റ്യനിലൊന്നും നോക്കിക്കേ, 6 മാസം ആക്ടിവിറ്റി ചെയ്തു എന്ന് പറഞ്ഞു അല്ലെ? അപ്പം സെയിൽ ആൻഡ് പർച്ചേസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ ആ സെയിൽ ആൻഡ് പർച്ചേസ് ഡീറ്റെയിൽസ് നമുക്ക് തന്നിട്ടുണ്ടോ? ബിസിനസ് ചെയ്തതിന് ഇല്ല. അപ്പൊ പ്രോഫിറ്റ് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? ഇവിടെ പ്രോഫിറ്റ് സെയിൽ ആൻഡ് പർച്ചേസ് ട്രാൻസാക്ഷൻസ് വഴി അല്ലാതെയും എങ്ങനെ കണ്ടുപിടിക്കാൻ നമുക്ക് സാധിക്കും? ഇവിടെ നമ്മൾക്ക് എന്ത് തന്നിട്ടുണ്ട്? ബിസിനസ് തുടങ്ങാൻ, അതായത് അടുത്ത 6 മാസത്തേക്ക് ബിസിനസ് കണ്ടിന്യൂ ചെയ്യാനുള്ള ആ ഒരുക്കത്തിന്റെ ആദ്യത്തെ ദിവസത്തെ ബാലൻസ് ഷീറ്റ് ഉണ്ട് അല്ലെ? 31/12 ആണെങ്കിൽ അതിന്റെ അർത്ഥം 1/1/2014 ഇത് തന്നെയാണ് ബാലൻസ് ഷീറ്റ്. 6 മാസങ്ങൾക്ക് ശേഷം നമ്മളുടെ അസറ്റിലും ലയബിലിറ്റിയിലും ഒക്കെ വരുന്ന മാറ്റങ്ങളും എവിടെ തന്നിട്ടുണ്ട്? ഈ ക്വസ്റ്റ്യന്റെ ഭാഗമായിട്ട് തന്നിട്ടുണ്ട്. സോ isn't it easy for us to then calculate capital? Opening balance sheet ഉണ്ട്, ക്ലോസിംഗിൽ വരേണ്ട ബാലൻസ് ഷീറ്റിലെ ഇൻഫർമേഷനും നമ്മൾക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ ഡിഫറൻസ് എന്തായിരിക്കും? അതായത് ബിസിനസ് തുടങ്ങുന്ന അന്ന് 2,80,000 ഒക്കെയാണ് നമ്മളുടെ ബാലൻസ് ഷീറ്റ് ടോട്ടൽ. ബിസിനസ് 6 മാസം തുടർന്ന് കഴിയുമ്പോൾ ഓരോ അസറ്റിനും വരുന്ന മാറ്റങ്ങൾ നമ്മൾക്ക് തന്നിട്ടുണ്ടെങ്കിൽ ആ മാറ്റങ്ങൾ വരാനുള്ള കാരണം എന്താണ്? നമുക്കൊരു എക്സാമ്പിൾ എടുക്കാം. ഡിപ്രിസിയേഷൻ അസറ്റിനെ അഫക്റ്റ് ചെയ്യും അല്ലെ? അസറ്റിന്റെ വാല്യൂ കുറയുകയാണ്. സോ അസറ്റ് ഇവിടെ വാല്യൂ കുറയുമ്പോൾ ഡിപ്രിസിയേഷൻ ഒരു ലോസ് പോലെ നമ്മൾ ട്രീറ്റ് ചെയ്ത് എവിടെ ഡെബിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു? P&L ഡെബിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മൾക്ക് ഒരു ലോസ് ഫിഗർ കിട്ടും, അല്ലെങ്കിൽ പ്രോഫിറ്റ് കുറഞ്ഞ ഫിഗർ കിട്ടും അല്ലെ? സോ വിച്ച് മീൻസ് ഓപ്പണിംഗ് ക്യാപിറ്റൽസിന്റെയും അല്ലെ ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റിന്റെയും ക്ലോസിംഗ് ബാലൻസ് ഷീറ്റിന്റെയും ഡിഫറൻസും എന്ത് തന്നെയാണ്? പ്രോഫിറ്റ് ഓർ ലോസ് ആണ്. അതും മറ്റൊരു രീതിയാണ് നമ്മൾക്ക് പ്രോഫിറ്റ് കണ്ടുപിടിക്കുക. അതായത് ഫോർവേഡ് പോവാതെ ട്രേഡിംഗ് P&L പ്രിപ്പയർ ചെയ്യാതെ ബാലൻസ് ഷീറ്റിൽ നിന്ന് ബാക്ക്വേർഡ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാണ്. ബിസിനസ് തുടങ്ങിയപ്പോൾ 2 ലക്ഷം രൂപ എൻ്റെ കയ്യിലുണ്ടായിരുന്നു. ഓരോ ക്യാപിറ്റലിലും പാർട്ട്നേഴ്സിന് ക്യാപിറ്റൽ ഉണ്ടായിരുന്നു. ബിസിനസ് തീർന്ന് 30 ജൂൺ ആയപ്പോൾ 2 ലക്ഷം എന്നുള്ളത് 3 ലക്ഷമായി. കാരണം എന്താണ്? 6 മാസം കച്ചവടം ചെയ്തപ്പോൾ എനിക്ക് 1 ലക്ഷം രൂപ ലാഭം കിട്ടിയിട്ടുണ്ട്. സോ ആ ഒരു കോൺസെപ്റ്റ് വെച്ചിട്ടായിരിക്കും നമ്മൾ വർക്ക്ഔട്ട് ചെയ്യുന്നത്. ഇത് സിംഗിൾ എൻട്രി പറയുന്ന ചാപ്റ്ററിൽ നമ്മൾ ഈ കോൺസെപ്റ്റ് കുറച്ചും കൂടെ ഒക്കെ മനസ്സിലാക്കാൻ ശ്രമിക്കാൻ പോകുന്ന ഒരു കാര്യമാണ്. സോ എനിവേ ആ ഒരു ബേസിസിലായിരിക്കും നമ്മൾ കുറച്ചൊക്കെ നിങ്ങളും ലോജിക് അപ്ലൈ ചെയ്യുക. ഒരു ബിസിനസ് തുടങ്ങുമ്പോൾ നമ്മളുടെ കയ്യിൽ 10 രൂപ ഉണ്ടായിരുന്നു. ബിസിനസ് തീർന്നപ്പോൾ 20 രൂപ ഉണ്ടെങ്കിൽ അതിന്റെ അർത്ഥം ജനറലി, അതായത് കടമൊന്നും ആരുടെ നിന്ന് വാങ്ങിച്ചിട്ടില്ലെങ്കിൽ 10 രൂപയും കൊണ്ട് വന്ന് ബിസിനസ് ചെയ്തു 20 രൂപയായി മാറിയെങ്കിൽ അഡീഷണൽ 10 രൂപ എന്ന് പറയുന്നത് ആ ദിവസം എൻ്റെ കച്ചവടത്തിൽ നിന്ന് കിട്ടിയ ലാഭമാണ്. സെയിം കോൺസെപ്റ്റ് ആണ് നമ്മൾ ഇവിടെ അപ്ലൈ ചെയ്യാൻ പോകുന്നത് അല്ലെ? സോ ഫസ്റ്റ് വി വിൽ ഹാവ് ടു ഫൈൻഡ് ഔട്ട് how much is the profit. ആ പ്രോഫിറ്റ് നമ്മൾക്ക് അറിയില്ല, അത് നമ്മൾ ഇനി കണ്ടുപിടിക്കണം. ബൈ till 36 വരെ ഉള്ളത്. ആ പ്രോഫിറ്റും ആർക്ക് കിട്ടണം? പാർട്ട്നേഴ്സിന് കിട്ടണ്ടേ? ആ പ്രോഫിറ്റും കൂടി ചേർന്നിട്ടുള്ള ഫിഗർ ആയിരിക്കണം എങ്ങോട്ടേക്ക് പോവേണ്ടത്? കമ്പനി ടേക്ക് ഓവർ ചെയ്യുമ്പോൾ
അവർ സെറ്റിൽ ചെയ്യേണ്ട ഷെയർസിന്റെ ബേസ് ആയിട്ട് പോവേണ്ടത് അല്ലേ. സോ ബാലൻസ് ഷീറ്റും റിയലൈസേഷനും പാർട്ട്നേഴ്സ് ക്യാപിറ്റലും ഒക്കെ എഴുതുന്നതിന് മുന്നേ ഐ എം ഗോയിങ് ടു ഓപ്പൺ എ വർക്കിംഗ് നോട്ട് വിച്ച് ഇസ് അസർടൈൻമെന്റ് ഓഫ്. സോ ഈ ഒരു വർക്കിംഗ് നോട്ട് വഴി നമ്മൾ എന്ത് ചെയ്യുന്നു, ആ അസറ്റ്സിന്റെ ലൈബിലിറ്റിന്റെ ഒക്കെ എമൗണ്ട് വീണ്ടും എഴുതുകയാണ്. അസർടൈൻമെന്റ് ഓഫ് പ്രോഫിറ്റ് for 6 months ending 30/6/2014. വീണ്ടും പറയുന്നു, നമ്മൾ എന്തൊക്കെയാണ് കൺസിഡർ ചെയ്യാൻ പോകുന്നത്. ബിസിനസ് തുടങ്ങിയപ്പോൾ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്ന പൈസയും അല്ലെങ്കിൽ അസറ്റ്സ് ബാലൻസ് ഷീറ്റും ബിസിനസ് 6 മാസം കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞപ്പോൾ എൻ്റെ കയ്യിലുള്ള ഈ അസറ്റ് ആൻഡ് ലയബിലിറ്റീസിൻ്റെ ഒക്കെ വർത്തിനെ കമ്പയർ ചെയ്യുമ്പോൾ എന്തായിരിക്കണം ഡിഫറൻസ് വരേണ്ടത്. ആ ക്യാപിറ്റൽ ആ പ്രോഫിറ്റ് ഓർ ലോസ് ഡ്യൂറിങ് 6 months ആയിരിക്കും അല്ലേ. സോ അതാണ് നമ്മൾ കമ്പ്യൂട്ട് ചെയ്യാൻ പോകുന്നത്. അതിൽ ആദ്യമേ നമ്മൾക്ക് വി ആർ ഗോയിങ് ടു അസ്യൂം പ്രോഫിറ്റ് ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് ക്ലോസിംഗ് ബാലൻസ് ഷീറ്റ് ഫിഗേഴ്സിനെയും അതിൽ നിന്ന് ഓപ്പണിങ്ങിനെയാണ് ഞാൻ അഡ്ജസ്റ്റ് ചെയ്യാൻ പോകുന്നത്. സോ ആദ്യമേ പ്ലാന്റ് 1,60,000. ഇവിടെ എന്ത് പറയുന്നുണ്ട്, പ്ലാന്റ് okay, I'll read this sentence. P and Q both withdraw in equal amount half the amount of profit made during the current period. അതായത് ഈ 6 മാസം കൊണ്ട് ഒരു ലാഭം ഉണ്ടാക്കി അതിന്റെ കറക്റ്റ് പകുതി രണ്ടുപേരും ഡ്രോയിങ്സ് ആയിട്ട് എടുത്തുകൊണ്ട് പോയി. പക്ഷേ during the current period of 6 months after charging depreciation at 10% per annum on plant and after writing off 5% on building. അതായത് പ്ലാന്റ് 1,60,000 ഓപ്പണിങ്ങിലുണ്ട്. ക്ലോസിങ്ങിൽ എത്ര ഉണ്ടെന്നാണ് പറയുന്നത്. ടേക്ക് ഓവർ ചെയ്ത പ്ലാന്റിന്റെ ക്ലോസിങ്ങിൽ എത്രയുണ്ട്, 1,60,000 നിന്ന് എന്ത് ചെയ്യണമെന്നാണ് പറഞ്ഞത്, ഡിപ്രിസിയേഷൻ 10%. പക്ഷെ ഡിപ്രിസിയേഷൻ 10% പെർ ആനമാണ് പറഞ്ഞത്. നമ്മൾക്ക് എത്ര മാസത്തെ കച്ചവടമാണ് നടന്നിരിക്കുന്നത്, 6 മാസത്തെ. സോ therefore my asset value will be, അതായത് 6 മാസങ്ങൾക്ക് ശേഷം 30/6 എൻ്റെ അസറ്റ് വാല്യൂ എത്രയുണ്ട്, 1,52,000. ഇനി മെഷീനിന്റെ കാര്യം, മെഷീനാണ് ബിൽഡിംഗ് ആയിരുന്നു, ജസ്റ്റ് ബിൽഡിംഗ് 48,000 റൈറ്റ് ഓഫ് തന്നെ. അതായത് അതിന്റെ വാല്യൂ പറഞ്ഞു യൂസ് ആൻഡ് വെയർ ആൻഡ് ടെയർ വഴിയല്ല, അല്ലാതെ റൈറ്റ് ഓഫ് ചെയ്യാനാണ് പറഞ്ഞത്. 48,000 നിന്ന് 5%. ഇനി റൈറ്റ് ഓഫ് ആയത് കാരണം ഈ 5% പെർ ആനം അല്ല, പിന്നെ പെർ ആനം എന്ന് സ്പെസിഫിക്കലി പറഞ്ഞിട്ടുമില്ല. ബിൽഡിങ്ങിന്റെ വാല്യൂ ഇടിഞ്ഞു പോയി, ആ ഇടിവാണ് റെക്കോർഡ് ചെയ്യാൻ നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. സോ 5% അങ്ങനെ തന്നെ നമ്മൾ ട്രീറ്റ് ചെയ്യണം. സോ ബിൽഡിംഗ് 48,000 നിന്ന് 5% റൈറ്റ് ഓഫ് നടത്തി കഴിഞ്ഞിട്ടുള്ളതായിരിക്കും എൻ്റെ അസറ്റിന്റെ വർത്ത്. 95% is 45,600. അടുത്ത നമുക്കുള്ളത് ബിൽഡിങ്ങും പ്ലാന്റും കഴിഞ്ഞു. പിന്നെയുള്ള അസറ്റ് ഡെറ്റേഴ്സ് ആൻഡ് സ്റ്റോക്ക് ആണ്. അത് എത്രയാണെന്നാണ് പറയുന്നത്. Stock was valued at 84 and debtors 68. അപ്പോൾ 6 മാസം കഴിയുമ്പോൾ അതാണ് അതിന്റെ പൊസിഷൻ, 84 and 68. So stock അതിൽ കമ്പ്യൂട്ടേഷൻ ഒന്നുമില്ല, നേരെ ആ ഡേറ്റിലുള്ള സ്റ്റോക്കും ഡെറ്റേഴ്സും തന്നിട്ടുണ്ട്. 68,000. ഇനി അടുത്തത് ജോയിന്റ് ലൈഫ് പോളിസി 6,000 അല്ല, അതും ഒരു അസറ്റ് ആണ്. പക്ഷേ ജോയിന്റ് ലൈഫ് പോളിസിയുടെ പോയിന്റ് നോക്കുക, ഇറ്റ് വാസ് സറണ്ടേർഡ് ഫോർ 6,000 ബിഫോർ 30/6/24. അതായത് ജൂൺ 30 ബിസിനസ് ക്ലോസ് ചെയ്യുന്നതിന് മുന്നേ തന്നെ ഈ ജോയിന്റ് ലൈഫ് പോളിസി സറണ്ടർ ചെയ്തിരുന്നു 6,000 രൂപയ്ക്ക്. എന്നിട്ട് അത് ആരെടുത്ത് കാണും, ഈ പാർട്ട്നേഴ്സും യൂസ് ചെയ്ത് കാണും. അപ്പോൾ 30/6 ഇങ്ങനെ ഒരു അസറ്റിന്റെ ബാലൻസ് ഷീറ്റിൽ കാണുമോ, ഇല്ല. അപ്പോൾ ജോയിന്റ് ലൈഫ് പോളിസിനെ കുറിച്ച് ഒന്നും റെക്കോർഡ് ചെയ്യേണ്ട കാര്യം ഇല്ല. ഇനി പി ആൻഡ് എൽ അസറ്റ് ആണോ, അല്ല. ലോസ് അക്യുമുലേറ്റ് ചെയ്തിരിക്കുന്നത് നമ്മൾ ഡെബിറ്റ് സൈഡിൽ എഴുതിയിരിക്കുന്നതാണ് അല്ലേ. അത് എങ്ങോട്ടേക്ക് പോകണം, റിസർവ്സ് ആൻഡ് സർപ്ലസ് ക്യാപിറ്റൽ അക്കൗണ്ട്സിലേക്ക് പോകുന്നത് പോലെ തന്നെ ഈ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലെ അക്യുമുലേറ്റഡ് ലോസും പാർട്ട്നേഴ്സ് ക്യാപിറ്റലിലേക്ക് പോകണം. സോ ഇത് രണ്ടും അസറ്റ് ആണ്. ഡ്രോയിങ്സോ, അഗൈൻ ഡ്രോയിങ്സും സെയിം വേ.
ഡ്രോയിങ്സിന് ഒരു സെപ്പറേറ്റ് ലെഡ്ജർ ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. അതും എങ്ങോട്ടേക്ക് അഡ്ജസ്റ്റ് ആവേണ്ടതാണ്? ക്യാപിറ്റലിലേക്ക് അഡ്ജസ്റ്റ് ആവേണ്ടത്. അപ്പോൾ ആസറ്റ്സ് എല്ലാം നമ്മൾ റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞു. ഇനിയുള്ളത് നമ്മൾക്ക് 2 ലയബിലിറ്റി ആണ് അല്ലേ? അതിൽ സൺഡറി ക്രെഡിറ്റേഴ്സ് 80,000 ആയിരുന്നു ഡിസംബറിൽ ഉണ്ടായിരുന്നത്. അത് 20,000 കുറയണമെന്നാണ് പറഞ്ഞത്. സോ 80,000 നിന്ന് 60,000 ആകും. ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് ടു ബി റെഡ്യൂസ്ഡ് ബൈ 5,000, അതായത് 40,000 ബാക്കി കാണാൻ പാടുള്ളൂ. സോ therefore less sundry creditors 80,000 നിന്ന് 20,000 കുറയ്ക്കണം. So 60,000 and bank overdraft 45,000 നിന്ന് 5,000 കൂടെ കുറയണമെന്നാണ് പറയുന്നത്. സോ 36-ന് ബാങ്ക് ഓവർ ഡ്രാഫ്റ്റിന്റെ വർത്ത് എന്ന് പറയുന്നത് 40,000 ആയിരിക്കും. Now I am going to get some amount after adjusting all these assets and liabilities. അല്ലേ? What is that? 1,50,000 plus 45,600 plus എന്താണ് ഈ എമൗണ്ട്? 2,49,600. What is this amount? This is nothing but closing net assets on 36/14. അല്ലെ, നെറ്റ് അസറ്റ്സ് എന്ന് പറയാൻ കാരണം എന്താണ്? അസറ്റ് മൈനസ് ലയബിലിറ്റി എന്നാണ്. ഇനി ഇത്രയും നമ്മൾക്ക് കിട്ടിയ സ്ഥിതിക്ക് നമ്മൾക്ക് മെയിൻ ക്വസ്റ്റ്യൻ്റെ ബാലൻസ് ഷീറ്റും കൂടെ കംപ്ലീറ്റ് ചെയ്തേക്കാം. അപ്പോൾ നമുക്ക് കുറച്ചും കൂടെ മെയിൻ ആൻസർ കംപ്ലീറ്റ് ചെയ്തു എന്നുള്ള ഒരു പിക്ചറും കൂടെ നമുക്ക് പ്രസന്റ് ചെയ്യാം. സോ ഇനി വീണ്ടും കാൽക്കുലേഷൻസ് ഒന്നും പറയുന്നില്ല. അവിടെ ചെയ്തിരിക്കുന്നത് തന്നെ ഞാൻ എടുത്തെഴുതുന്നതേ ഉള്ളൂ. So which means ഇത്രയാണ് അസറ്റ് ആൻഡ് ലയബിലിറ്റി അല്ലേ? അപ്പോൾ ഈ ബാലൻസ് ഷീറ്റ് ടാലി ആകണമെങ്കിൽ അസറ്റും ലയബിലിറ്റി മാത്രം മതിയോ? ഇല്ല, ക്യാപിറ്റൽ അക്കൗണ്ട്സും കൂടെ വേണം അല്ലേ? അതായത് 6 മാസത്തെ ട്രാൻസാക്ഷൻസ് ഒക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ക്യാപിറ്റൽ. അതെന്തായിരിക്കും? നിങ്ങൾ വേണമെങ്കിൽ കമ്പ്യൂട്ടും ചെയ്ത് നോക്കാം. ദാറ്റ് വിൽ ബി നത്തിങ് ബട്ട് ദിസ് നെറ്റ് അസറ്റ് എന്ന് നമ്മൾ പറഞ്ഞ് എഴുതിയത്. എന്തുകൊണ്ടാണ് റീസൺ? ഇവിടെയാണ് നിങ്ങൾ ആ ഫോർമുല ഓർക്കേണ്ടത്. അസറ്റ് ഇസ് ഈക്വൽ ടു ലയബിലിറ്റി പ്ലസ് ഇക്വിറ്റി എന്ന് പറയുന്ന അക്കൗണ്ടിങ് ഇക്വേഷൻ. അസറ്റ്സിന്റെ ടോട്ടലും ലയബിലിറ്റിയും ഇക്വിറ്റിയുടെ, അതായത് ക്യാപിറ്റലിന്റെ ടോട്ടലും സെയിം ആയിരിക്കും. അപ്പോൾ അതിനെ റീഡിഫൈൻ ചെയ്യുകയാണ്. അസറ്റ് മൈനസ് ലയബിലിറ്റി ഈസ് ഈക്വൽ ടു ഇക്വിറ്റി അല്ലെങ്കിൽ ക്യാപിറ്റൽ. അതാണ് നമ്മൾ കണ്ടുപിടിച്ചത്. അസറ്റ് മൈനസ് ലയബിലിറ്റി എന്ന് പറഞ്ഞ് നമ്മൾ അപ്പുറത്ത് ക്ലോസിംഗ് നെറ്റ് അസറ്റ്സ് എന്ന് പറഞ്ഞൊരു വർക്കിംഗ് നോട്ട് എഴുതി അല്ലേ? ആ എമൗണ്ട് 2,49,600. അത് എന്തിനോട് ഈക്വൽ ആയിരിക്കണം? ക്യാപിറ്റൽ അക്കൗണ്ട്സ് ഓഫ് ബോത്ത് പാർട്ട്നേഴ്സ്. ഇനി അത് ടോട്ടൽ മാത്രമേ നമ്മുടെ കയ്യിലുള്ളൂ അല്ലേ? നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? ഓരോരുത്തരുടെ ഇൻഡിവിജ്വൽ ക്യാപിറ്റൽ. കാരണം ആ പ്രപ്പോർഷനിലായിരിക്കണം അവർക്ക് എന്ത് കിട്ടേണ്ടത്? പുതിയ കമ്പനിയിലെ ഷെയർസ് കിട്ടുന്നത്. ഇനി പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ ഒക്കെ ഈക്വൽ ആണെന്ന് പറയുന്നുണ്ട്. പക്ഷെ ആ ഒരു റീസൺ കൊണ്ട് ഇവരുടെ ക്യാപിറ്റൽ അക്കൗണ്ട്സ് സെയിം ആവണമെന്നുണ്ടോ? ഇല്ല. കാരണം ഇവിടെ തന്നെ നോക്കുക, ഡ്രോയിങ്സ് എത്രയുണ്ട്? ഒരാൾക്ക് 9,000, ഒരാൾക്ക് 7,000. ക്യാപിറ്റൽ തുടങ്ങിയത് എത്രയുണ്ട്? അതായത് ബിസിനസ് നമ്മൾ ബേസ് ആയിട്ട് എടുത്തിരിക്കുന്ന ക്യാപിറ്റൽ 1,50,000, 1,30,000 സെയിം ആണോ? അല്ല. അപ്പോൾ സെയിം അല്ലെങ്കിൽ ഇവിടെ കിട്ടാൻ പോകുന്ന ക്യാപിറ്റലും സെയിം ആകണമെന്ന് നമുക്ക് നിർബന്ധം പറയാൻ പറ്റില്ല. അപ്പോൾ യു വിൽ ഹാവ് ടു കമ്പ്യൂട്ട് വാട്ട് ഈസ് ദ ബൈഫിക്കേഷൻ ഓഫ് ദിസ് 2,49,600. So for that, let us come back to our working note. അപ്പോൾ നമ്മൾക്ക് എന്ത് കിട്ടി? ക്ലോസിംഗ് നെറ്റ് അസറ്റ്സ് കിട്ടി അല്ലേ? വിച്ച് ഇസ് നത്തിങ് ബട്ട് ദ ക്ലോസിംഗ് ക്യാപിറ്റൽ. ഇനി ഈ ക്ലോസിംഗ് ക്യാപിറ്റലിനെ ഓപ്പണിംഗ് ക്യാപിറ്റൽ ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്താൽ നമ്മൾക്ക് എന്ത് കിട്ടും?
ആ 6 മാസത്തെ കാലയളവിലെ ട്രാൻസാക്ഷൻസിന്റെ നെറ്റ് എഫക്റ്റ് കിട്ടും. സോ ഓപ്പണിംഗ് ക്യാപിറ്റൽ ഓൺ ഡിസംബർ 2030 എന്ന് വെച്ചാൽ പിക്ക് എത്രയുണ്ടായിരുന്നു ക്യാപിറ്റൽ നോക്കുക. ഓപ്പണിംഗ് ദിവസത്തെ ക്യാപിറ്റൽ 1,50,000 ആണ്. പക്ഷെ കുറച്ച് അഡ്ജസ്റ്റ്മെന്റ്സ് ഉണ്ടല്ലോ, ഒരു ഡ്രോയിങ് ഉണ്ട്, പിന്നെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ അക്യുമുലേറ്റ് ചെയ്ത് കിടക്കുന്ന ലോസ് ഉണ്ട്, അത് മാർക്ക് പോകണം, പിക്ക് പോകണ്ടേ. അപ്പൊ ശരിക്കും അയാളുടെ ക്യാപിറ്റൽ ആസ് ഓൺ 31st ഡിസംബർ ക്രെഡിറ്റ് ബാലൻസ് എത്രയുള്ളൂ, ഈ 1,50,000 നിന്ന് ഈ അഡ്ജസ്റ്റ്മെന്റ്സ് കഴിഞ്ഞിട്ടുള്ളത്. പ്രോഫിറ്റ് ആൻഡ് ലോസ് 30,000 ഈക്വലിയും ഡ്രോയിങ്സ് 9,000. സോ വിച്ച് മീൻസ് പിയുടെ ക്യാപിറ്റൽ എത്രയുണ്ട്, 1,50,000 ടോട്ടൽ ഉണ്ടായിരുന്നു, അതിൽ നിന്ന് ഡ്രോയിങ്സ് പോയി, അതിൽ നിന്ന് ആ 30,000 ലോസിനെ ഈക്വലി ഡിവൈഡും ചെയ്തു, അതായത് 15,000. സോ 1,50,000 മൈനസ് 15,000 മൈനസ് 9. ഇത് പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിൽ ചെയ്തിരിക്കുന്നതാണ് കേട്ടോ, അത് ക്വസ്റ്റ്യനിൽ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ വീണ്ടും വേറൊരു കമ്പ്യൂട്ടേഷൻ ചെയ്തില്ല, അവിടെ തന്നെ അഡ്ജസ്റ്റ് ചെയ്യുന്നതാണ്. സോ വിച്ച് മീൻസ് അയാളുടെ ക്യാപിറ്റൽ, ഓപ്പണിംഗ് ക്യാപിറ്റൽ എത്ര ഉണ്ടായിരുന്നിരിക്കണം, 1,26,000. ഇതേപോലെ ക്യൂവിൻ്റെ എടുക്കുക, ക്യൂവിൻ്റെ 1,30,000 ആയിരുന്നു ഓപ്പണിംഗ്, drawings was 7,000, and again profit sharing ratio equally ആയത് കാരണം 30,000 divided by 2. So which means 1,30,000 minus 7,000 minus 15,000, അതായത് 1,08,000. So what does this say? Closing capital 2,49,600 opening capital 2,34,000 രണ്ടുപേരുടെയും കൂടെ ചേർത്താൽ അതിൻ്റെ അർത്ഥം ബാക്കിയാണ് അവരുടെ ക്യാപിറ്റലിൽ വന്ന ഡിഫറൻസ്, വിച്ച് ഇസ് വാട്ട്, 15,600. 15,600. ഇനി ഇതാണോ പ്രോഫിറ്റ് എന്ന് നമ്മൾക്ക് നോക്കാം. ഐഡിയലി സ്പീക്കിംഗ് ഇതായിരിക്കണം പ്രോഫിറ്റ് അല്ലെ. ഓപ്പണിംഗ് ക്യാപിറ്റൽ 2,30,000 സംതിങ് ഉണ്ടായിരുന്നതും ക്ലോസിംഗിൽ 2,50,000 അടുത്ത് എത്തിയതിനും കാരണം ആ 15,000 രൂപ ലാഭം കിട്ടിയത് കൊണ്ടാണ്, 6 മാസം കൊണ്ട്. പക്ഷെ മുഴുവൻ ലാഭം തന്നെയാണോ നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. പ്ലീസ് റീഡ് ദിസ് പോയിന്റ്. P and Q both withdrew in equal amount half the amount of profit made during the current period. അതായത് 6 മാസം കൊണ്ട് നേടിയെടുത്ത ലാഭത്തിന്റെ കറക്റ്റ് പകുതി ആരെടുത്തോണ്ട് പോയി, പിയും ക്യൂയും ഡ്രോയിങ്സ് ആയിട്ട് എടുത്തോണ്ട് പോയി. അപ്പോൾ ആ ഡ്രോയിങ്സ് എവിടെയായിരിക്കും അഡ്ജസ്റ്റ് ആയിരിക്കുക, ഈ ക്ലോസിംഗ് ക്യാപിറ്റൽ ഫിഗറിനകത്ത് അഡ്ജസ്റ്റ് ആയി കാണത്തില്ലേ. ഓപ്പണിംഗ് ക്യാപിറ്റൽ നമ്മൾ ഡ്രോയിങ്സ് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ടല്ലോ, അതേപോലെ അസറ്റ്സിന്റെയും ലൈബിലിറ്റിന്റെയും നെറ്റ് എഫക്റ്റ് നമ്മൾ ഇവിടെ എഴുതുമ്പോൾ, അസറ്റ്സ് ആൻഡ് ലൈബിലിറ്റീസ് എഴുതി കഴിയുമ്പോൾ നമ്മൾക്ക് കിട്ടുന്ന ക്യാപിറ്റലിലും ഈ ഡ്രോയിങ്സ് അഡ്ജസ്റ്റ് ആയി കാണത്തില്ലേ, കാണും. അങ്ങനെ അഡ്ജസ്റ്റ് ആവാൻ പാടില്ലായിരുന്നെങ്കിൽ നമ്മൾ ആ ഡ്രോയിങ്സ് സെപ്പറേറ്റ്ലി ഇവിടെ എഴുതണമായിരുന്നു. നമ്മൾ അങ്ങനെ എഴുതിയിട്ടുണ്ടോ, ഇല്ല. സോ വിച്ച് മീൻസ് നമ്മൾക്ക് കിട്ടിയ 2,49,600 ആ ഡ്രോയിങ്സും എല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ഫിഗറാണ് 2,49,600. അങ്ങനെയാണെങ്കിൽ നമ്മളോട് പറഞ്ഞിരിക്കുന്നു കിട്ടിയ ലാഭത്തിന്റെ പകുതി ഡ്രോയിങ്സ് ആയിട്ട് എടുത്തിട്ടുണ്ട്, ബാക്കി പകുതിയെ പ്രോഫിറ്റ് ആയിട്ട് എങ്ങോട്ടേക്ക് കൊണ്ടുപോയിട്ടുള്ളൂ, ക്യാപിറ്റലിലേക്ക് അഡ്ജസ്റ്റ് ആയിട്ടുള്ളൂ. സോ അങ്ങനെയാണെങ്കിൽ ഈ 15,600 ആ നെറ്റ് ചേഞ്ച് ആണ്. അതായത് 10 രൂപ ലാഭം കിട്ടിയാൽ 10 രൂപ പ്ലസും 5 രൂപ ഡ്രോയിങ്സും കഴിഞ്ഞു. അപ്പൊ അതിന്റെ നെറ്റ് എഫക്റ്റ് എന്താണ്, 5 രൂപ ലാഭം അല്ലേ നെറ്റ് എഫക്റ്റ് എന്ന് പറയുന്നത്. ഈ 5 രൂപയാണ് ഇവിടെ തന്നിരിക്കുന്നത് നെറ്റ് എഫക്റ്റ് ആയിട്ട് നമ്മൾക്ക് കിട്ടിയിരിക്കുന്നത്. So which means this is nothing but the profit net of drawings. അതായത് ഫുൾ പ്രോഫിറ്റ് അല്ല, ഡ്രോയിങ്സ് കഴിഞ്ഞിട്ടും എൻ്റെ കയ്യിലുള്ള ബാക്കി പ്രോഫിറ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ ആക്ച്വൽ പ്രോഫിറ്റ് ഫോർ 6 months എത്രയായിരുന്നു, ഡ്രോയിങ്സ് കിട്ടിയ പ്രോഫിറ്റിന്റെ പകുതി ആയിരുന്നു എന്നാണ് പറഞ്ഞത് അല്ലേ. അപ്പൊ ബാക്കി പകുതിയാണ് ഇവിടെ കിടക്കുന്ന 15,600. അപ്പൊ ടോട്ടൽ പ്രോഫിറ്റ് എത്രയായിരിക്കും, 15,600ന്റെ twice, which is 31,200. and combined drawings, അതായത് ഈ രണ്ട് അമൗണ്ട്സ് വീണ്ടും ഒന്നും കൂടി എഴുതുന്നതേ ഉള്ളൂ. സോ ആക്ച്വൽ പ്രോഫിറ്റ് is 31,200 and combined drawings for 6 months is
15,600. Yeah. Why are we giving this bifurcation? Because നമ്മൾ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പോകുന്നത് ഡ്രോയിങ്സ് സെപ്പറേറ്റ്ലിയും ടോട്ടൽ പ്രോഫിറ്റ് സെപ്പറേറ്റ്ലിയാണ് അല്ലേ. ഇവിടെ നമ്മളത് നമുക്ക് അത് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, നമുക്ക് പറയാൻ പറ്റില്ല. ആൻസർ കറക്റ്റ് ആണെങ്കിലും നമ്മൾ ചെയ്ത വേ തെറ്റിപ്പോകും. Why should we show this separately? See, നമുക്ക് ക്വസ്റ്റ്യന്റെ ഭാഗമായിട്ടാണ് ബാക്ക്വേർഡ് കാൽക്കുലേഷൻ ചെയ്യുന്നത്. അതായത് ക്യാപിറ്റലിൽ നിന്ന് നമ്മൾ അറൈവ് ചെയ്യാണ് പ്രോഫിറ്റ് എത്രയാണ്. പക്ഷെ ശരിക്കും ഈ ബിസിനസ് ചെയ്യുമ്പോൾ ഇവരെങ്ങനെയായിരിക്കും പ്രിപ്പയർ ചെയ്തിട്ടുണ്ടാവുക? ട്രേഡിംഗ് P&L, പർച്ചേസസും സെയിൽസും എല്ലാം റെക്കോർഡ് ചെയ്തിട്ടായിരിക്കും ഇവർ റെക്കോർഡ് ചെയ്തിട്ടുണ്ടാവുക അല്ലേ. അങ്ങനെ കിട്ടിയ ലാഭം 31,200 ആയിരിക്കും P&L ഉണ്ടാവുക. ആ 31,200 അങ്ങനെ തന്നെ എങ്ങോട്ടേക്ക് കൊണ്ടുപോകും? പാർട്ട്നേഴ്സ് ക്യാപിറ്റലിലേക്ക് കൊണ്ടുപോകും. ഇനി അവിടെ നിന്നാണ് ഇവർ ഡ്രോയിങ്സ് എടുത്തുകൊണ്ട് പോകുന്നത്. അതായത് നോർമലി അക്കൗണ്ട് ചെയ്ത് വരുമ്പോൾ ആക്ച്വൽ പ്രോഫിറ്റ് ഫുള്ളിയും ഡ്രോയിങ്സ് സെപ്പറേറ്റ്ലിയും ആയിരിക്കും കാണിക്കുന്നത്. നമ്മൾക്ക് ആ കമ്പ്യൂട്ടേഷൻ ഡയറക്റ്റ്ലി ഇല്ലാത്ത കാരണം പിന്നോട്ടാണ് നമ്മൾ ചിന്തിക്കുന്നത്, അല്ലെ പിന്നോട്ടാണ് നമ്മൾ വർക്ക്ഔട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മൾ 15,600 എഴുതിയാലും ആൻസർ ശരിയാവും. പക്ഷെ ഇൻ റിയൽ പ്രാക്ടിക്കൽ അക്കൗണ്ടിങ്ങിൽ ചെയ്യേണ്ട മെത്തേഡ് അല്ല നമ്മൾ ഫോളോ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഈ ബൈഫിക്കേഷൻ അതേപോലെ ഫോർവേഡ് കാൽക്കുലേഷൻ ചെയ്താൽ എങ്ങനെ വരണം അതേപോലെ തന്നെ നമ്മൾ പ്രസന്റ് ചെയ്യുന്നത്. സോ ഈ ക്യാപിറ്റൽ അക്കൗണ്ട് നമുക്ക് എഴുതാൻ വരട്ടെ. നമ്മൾക്ക് എന്തൊക്കെ പ്രിപ്പയർ ചെയ്യേണ്ടി വരും? പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ പ്രിപ്പയർ ചെയ്യേണ്ടി വരും അല്ലേ. സോ ലെറ്റ് us ഓപ്പൺ ഓൺ 1114 by balance brought down 1,50,000 and 1,30,000. ഇനി അതിലേക്ക് ആ ഡ്രോയിങ്സ് ഒക്കെ നമ്മൾക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. 236 2014 പ്രോഫിറ്റ് ആ വർഷത്തെ സോറി അക്യുമുലേറ്റ് ആയി കിടക്കുന്ന പ്രോഫിറ്റ് 30,000 നമ്മൾ ഈക്വൽ ചെയ്യും. 15,000. പിന്നെ ഡ്രോയിങ്സ് ഉണ്ടായിരുന്നത് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുകയാണ് 9,000, 7,000. And then what we have to do next? Sorry, ഇതിൻ്റെ ഡേറ്റ് ഫസ്റ്റ് ഡേ തന്നെ മാറ്റുന്നതാണല്ലോ. ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റ് ആണ് ഡ്രോയിങ്സ്. സോ ഇവിടെ എടുത്തിരിക്കുന്ന ഈ അഡ്ജസ്റ്റ്മെന്റ് ഇസ് നത്തിങ് ബട്ട് നമ്മൾ ഇവിടെ കാണിച്ചിരിക്കുന്ന ഈ അഡ്ജസ്റ്റ്മെന്റ് സെൻസ് കമ്പ്യൂട്ട് ചെയ്ത 1,26,000 ആണ് നിങ്ങൾക്ക് പീക്ക് കിട്ടാൻ. ഇനി 6 മാസം ബിസിനസ് ചെയ്തപ്പോൾ നമ്മൾക്കൊരു ലാഭം ഉണ്ടായി അല്ലേ. അപ്പോൾ P&L അക്കൗണ്ടിൽ നിന്ന് ഒരു ലാഭം വന്നു. അപ്പോൾ ടോട്ടൽ പ്രോഫിറ്റ് എത്രയാണെന്നാണ് നമ്മൾ പറഞ്ഞത്? 31,200. ആ 31,200 രണ്ടു പേർക്കും ഈക്വൽ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിൽ കിട്ടണം. അതായത് ബ്രാക്കറ്റിൽ നമുക്ക് 6 month പ്രോഫിറ്റ് എന്ന് വേണമെങ്കിൽ എഴുതാം. which is 31,200. 31,200 in which ratio? Equal ratio 1:1. So which means profit will be 15,600 and 15,600 for each partner. ഇതിൽ നിന്നും പകുതി ഓരോരുത്തരും എടുത്തുകൊണ്ട് പോയി എന്നാണ് പറയുന്നത്. സോ 36 വരെയുള്ള ദിവസം കൊണ്ട് നമ്മൾ എന്ത് ചെയ്തു എന്നാണ് പറയുന്നത്? ഡ്രോയിങ്സ് അഡീഷണൽ കൊണ്ടുപോയി. ഇതിനു മുന്നേ എഴുതിയിരിക്കുന്ന ഡ്രോയിങ്സ് ബാലൻസ് ഷീറ്റിൽ ഉണ്ടായിരുന്നതാണ്. ഇത് 1 തൊട്ട് 36 വരെയുള്ളത്. ഫ്രം വർക്കിംഗ് നോട്ട് എത്രയുണ്ട്? 15,600ന്റെ പകുതി, അതായത് 7,800. സോ ഡ്രോയിങ്സ് രണ്ടുപേരുടെയും കൂടെ കൂട്ടുമ്പോൾ 15,600ഉം പ്രോഫിറ്റ് രണ്ടുപേരുടെയും കൂടെ കൂട്ടുമ്പോൾ 31,200. ബാക്കി 15,600 ആണ് അവരുടെ ക്യാപിറ്റൽ. അങ്ങനെ തന്നെ കിടക്കാൻ പോകുന്നത്. സോ 36ലുള്ള എല്ലാ ട്രാൻസാക്ഷൻസും നമ്മൾ ക്യാപിറ്റലിൽ റെക്കോർഡ്. അപ്പം നമ്മൾക്ക് ഈ ഒരു സ്റ്റേജിലെ ബാലൻസ് ഒന്ന് കണ്ടുപിടിക്കാം. ബിക്കോസ് ഈ ഒരു ദിവസത്തെ ബാലൻസ് വെച്ചിട്ടായിരിക്കും നമ്മൾ കമ്പനി ടേക്ക് ഓവർ ചെയ്യുമ്പോൾ അല്ലെ സെയിൽ ചെയ്യുമ്പോൾ ഉള്ള ഡിസ്ബേഴ്സ്മെന്റ് ബേസ് ചെയ്യേണ്ടത്. സോ ഈ ഒരു ഡേറ്റിലെ ക്യാപിറ്റൽ എത്രയാണെന്ന് നോക്കുന്നത് നമ്മൾ കൊടുത്തു വിടേണ്ട സെറ്റിൽ ചെയ്യേണ്ട ക്യാപിറ്റൽ. So for P it is 1,33,800 and Q it is 1,15,800. ഇത് രണ്ടിന്റെ സം ഒന്ന് ചെയ്ത് നോക്കിക്കേ. It should be 2,49,600 which you have already found out as a net figure.
അസറ്റ് മൈനസ് ലൈബിലിറ്റി. അതിൻ്റെ ബ്രേക്കപ്പ് ആണ് നമ്മൾക്കിപ്പോൾ കിട്ടിയത്. 1,33,800, 1,15,800. അപ്പം നമ്മൾ എന്തിലേക്ക് എത്തി? ഡിസൊല്യൂഷൻ നടക്കേണ്ട ദിവസത്തെ ബാലൻസ് ഷീറ്റിലേക്ക് എത്തി. ആ ബാലൻസ് ഷീറ്റിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നെ എന്താണ്? നോർമൽ പ്രൊസീജിയർ തന്നെയാണ്. റിയലൈസേഷൻ ഓപ്പൺ ചെയ്യുക, പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ ഓപ്പൺ ചെയ്യുക, ക്യാഷ് ബാങ്ക് ഉള്ളതൊക്കെ ഓപ്പൺ ചെയ്യുക. ഇവിടെ ക്യാഷ് ഇല്ല, പകരം ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് ആണ്. അപ്പോൾ ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് അക്കൗണ്ടിലേക്ക് എല്ലാ ട്രാൻസാക്ഷനും പോസ്റ്റ് ചെയ്ത് കണ്ടിന്യൂ ചെയ്യുക. സോ ബാലൻസ് ഷീറ്റ് the base on which dissolution should happen കിട്ടിക്കഴിഞ്ഞു. 30 ഈ ദിവസമാണ് ഡിസൊല്യൂഷൻ നടക്കുന്നത്. സോ ഈ ബാലൻസ് ഷീറ്റ് ബേസ് ചെയ്തുകൊണ്ട് എന്ത് പ്രിപ്പയർ ചെയ്യാം? റിയലൈസേഷനും ക്യാപിറ്റലും പ്രിപ്പയർ ചെയ്യും. സോ റിയലൈസേഷനിൽ നമ്മൾ ചെയ്യേണ്ടത് എന്തൊക്കെയാണ്? എല്ലാ അസറ്റിനെയും റെക്കോർഡ് ചെയ്യുക. സോ ടു പ്ലാന്റ് 1,52,000. ഇപ്പോൾ ഈ തൊട്ട് മുന്നേ ഉള്ള ബാലൻസ് ഷീറ്റ് എടുത്തോളുക. സെയിം ഡേ തന്നെ ക്വസ്റ്റനിൽ തന്നിരിക്കുന്ന ബാലൻസ് ഷീറ്റ് ഡേയിൽ തന്നെ ഡിസൊല്യൂഷൻ നടക്കുകയാണെങ്കിൽ ഈ ഒരു പോയിന്റ് നമ്പർ 8 പ്രിപ്പയർ ചെയ്യേണ്ട കാര്യമില്ല. ഡയറക്റ്റ്ലി ഇവിടുന്ന് പിക്ക് ചെയ്താൽ മതി, നമ്മൾ സാധാരണ ചെയ്തിരുന്നത് പോലെ. അതിൽ നിന്ന് വ്യത്യാസം വരുത്തുന്നത് ഈ 6 മാസം കൂടെ ബിസിനസ് കണ്ടിന്യൂ ചെയ്താണ്. സോ ഡേറ്റ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ശ്രദ്ധിച്ച് ചെയ്തു. സ്റ്റോക്ക് 84,000 ആൻഡ് debtors 68,000. Sundry creditors 60,000 and bank overdraft. അതായത് ക്യാഷ് നമ്മൾ സെപ്പറേറ്റ്ലി ഒന്നും റെക്കോർഡ് ചെയ്യുന്നില്ല. വൺ ഓഫ് ദ അതർ റീസൺസ് ഇസ് ബിക്കോസ് ഇത് സെയിൽ ഓഫ് എ കമ്പനിയാണ്. അപ്പോൾ നമ്മൾ ക്യാഷ് ആയിട്ടൊന്നും വെക്കേണ്ട കാര്യമില്ല, എല്ലാം അവർ എടുത്തുകൊണ്ട് പോവുകയാണ്. സെപ്പറേറ്റ് ക്യാഷ് ആയിട്ട് നമുക്കൊരു ലെഡ്ജർ ഇല്ല, ആകപ്പാടുണ്ടാകുന്ന ബാങ്ക് റിലേറ്റഡ് മാത്രമാണ് അല്ലേ. സോ റിയലൈസേഷൻ ഓപ്പൺ ചെയ്തു. ഇനി അതേപോലെ ഈ 36 ഡിസോൾവ് ആകുന്ന അന്നത്തെ ക്യാപിറ്റലും കൂടെ നമ്മൾക്കൊന്ന് എഴുതി കണ്ടിന്യൂ ചെയ്യാം. ബിക്കോസ് ക്യാപിറ്റൽ അക്കൗണ്ടും കൂടെ ചോദിച്ച സ്ഥിതിക്ക് ഫുൾ നമ്മളൊന്ന് വർക്ക്ഔട്ട് ചെയ്യും. 1,33,000. സോ റിയലൈസേഷൻ കഴിഞ്ഞിട്ടുള്ള അടുത്ത സ്റ്റെപ്പ് എന്തായിരുന്നു? നോർമൽ ഡിസൊല്യൂഷനിൽ ഡിസ്പോസൽ ഓഫ് അസറ്റ് ആൻഡ് ലൈബിലിറ്റി. ഇവിടെ നോർമൽ ഡിസ്പോസൽ ഓഫ് അസറ്റ് ആൻഡ് ലൈബിലിറ്റി എടുക്കേണ്ട കാര്യമില്ല, കാരണം നമ്മൾ നമ്മുടെ ബിസിനസ്സിനെ ഒരു കമ്പനിക്ക് വിൽക്കുകയാണ് ചെയ്യുന്നത് അല്ലേ. സോ വിച്ച് മീൻസ് എന്തായിരിക്കും ആ ഡിസ്പോസലിന് പകരം വരേണ്ട എൻട്രി? നമ്മൾ പറഞ്ഞ പർച്ചേസ് കൺസിഡറേഷൻ ഡ്യൂ. ഇനി എത്രയാണ് പർച്ചേസ് കൺസിഡറേഷൻ? നമ്മൾ പർച്ചേസ് കൺസിഡറേഷൻ പറഞ്ഞിരുന്നു, അസറ്റ്സ് ടേക്കൺ ഓവർ അറ്റ് എഗ്രീഡ് വാല്യൂ മൈനസ് ലൈബിലിറ്റി ടേക്കൺ ഓവർ അറ്റ് എഗ്രീഡ് വാല്യൂ. അപ്പോൾ ക്വസ്റ്റ്യനിൽ പറയുന്നത് നോക്കുക. On 36, the firm sold its business to PQ Limited. The value of goodwill was estimated at 1,30,000 and the remaining assets were valued on the basis of balance sheet as on 36/2014. അതായത് അസറ്റ്സ് എന്ന് പറയുന്നുണ്ടെങ്കിലും ലയബിലിറ്റിയും അവർ ടേക്ക് ഓവർ ചെയ്യുന്നുണ്ട്. It is indirectly given, taken up because ബിസിനസ് എടുക്കുന്നതാണ് അല്ലേ. സോ ലെറ്റ് us assume that liability is also taken up. റിമൈനിങ് അസറ്റ്സ് എന്നുള്ള നെറ്റ് അസറ്റ്സ് എന്ന് നിങ്ങൾ വായിച്ചോളൂ കേട്ടോ. വേണമെങ്കിൽ നിങ്ങൾക്ക് അതൊരു അസംഷൻ ആയിട്ട് എഴുതാം. സോ എനിവേ നെറ്റ് അസറ്റ്സും അവർ ബാലൻസ് ഷീറ്റ് 30/6 ഡിസോൾവ് ആകുന്ന അന്നത്തെ ബാലൻസ് ഷീറ്റിലുള്ള അസറ്റ് ആൻഡ് ലൈബിലിറ്റി അങ്ങനെ തന്നെ ടേക്ക് ഓവർ ചെയ്യുന്നു. അതോടൊപ്പം ഒരു ഗുഡ് വില്ലും കൂടെ നിശ്ചയിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ ആ ഗുഡ് വില്ലിനും കൂടെ ചേർത്തായിരിക്കണം കമ്പനി ഈ ഫേമിന് കാശ് കൊടുക്കേണ്ടത്. സോ ഹൗ മച്ച് ഇസ് ദ പർച്ചേസ് കൺസിഡറേഷൻ? സോ ദിസ് ഈസ് വർക്കിംഗ് നമ്പർ 1. ഹൗ മച്ച് ഇസ് ദ പർച്ചേസ് കൺസിഡറേഷൻ? Assets taken over at agreed value. വീണ്ടും ഞാൻ നിങ്ങൾക്കൊന്ന് മനസ്സിലാവാൻ എഴുതുന്നേ ഉള്ളൂ, ഡയറക്റ്റ്ലി ചെയ്യാവുന്നതേ ഉള്ളൂ. അതെന്താണെന്ന് പറഞ്ഞു തന്നേക്കാം. ബാലൻസ് ഷീറ്റിലുള്ള അസറ്റ്സ് അങ്ങനെ തന്നെ എടുക്കുക. ബിൽഡിംഗ് ഇതിനോടൊപ്പം എന്തും കൂടെ ഉണ്ട്, ഗുഡ് വില്ലും കൂടെ ഇവർ സെറ്റിൽ ചെയ്യുന്നുണ്ട്. കാരണം പഴയ ഫേമിന്റെ പേരിനും കൂടെ ചേർത്താണ്, ആ ഗുഡ് വില്ലിനും കൂടെ ചേർത്താണ് കാശ് കൊടുക്കുന്നത്. സെൻട്രൽ So if you calculate
you are going to get 3,79,000. Sorry, 3,79,600. അല്ലേ? എന്താണ് ഈ 3,79,600? ഇഫ് യു സി ക്ലോസിംഗ് നെറ്റ് അസെറ്റ്സ്, ഇവിടെയുള്ള ഈ അസെറ്റ് ആൻഡ് ലയബിലിറ്റി തന്നെയാണ് ഞാൻ പി സിക്ക് വേണ്ടി എടുത്തിരിക്കുന്നത് അല്ലേ? അപ്പോൾ അത് തന്നെയാണ് എൻ്റെ പർച്ചേസ് കൺസിഡറേഷൻ്റെ ബേസ്. അപ്പോൾ ഈ 2,49,600 നിന്ന് എന്താണ് വ്യത്യാസം വന്നിരിക്കുന്നത്? നത്തിങ് ബട്ട് 1,30,000. അതായത് ബാലൻസ് ഷീറ്റിൽ വരാതിരുന്ന ഒരു അസറ്റിനും കൂടെ നമ്മൾക്ക് കാശ് കിട്ടിയിട്ടുണ്ട്, ഗുഡ്വിൽ. സോ നിങ്ങൾ ഇങ്ങനെ തന്നെ വീണ്ടും വർക്ക്ഔട്ട് ചെയ്യണമെന്നില്ല. നെറ്റ് അസെറ്റ്സ് നമ്മൾ വർക്കിംഗ് നോട്ട് 1-ൽ ഓൾറെഡി കണ്ടുപിടിച്ചു കഴിഞ്ഞു അല്ലെ, 2,49,600 എന്ന് പറഞ്ഞു. അതിൻ്റെ കൂടെ ജസ്റ്റ് ഗുഡ്വിൽ 1,30,000 ആഡ് ചെയ്താലും സെയിം ആൻസർ തന്നെയാണ് കിട്ടുന്നത്. വീണ്ടും റെപ്പറ്റീഷൻ ഒഴിവാക്കാം. പക്ഷെ ഞാൻ നിങ്ങൾക്ക് ഇതൊന്ന് മനസ്സിലാകാൻ വേണ്ടിയാണ് വീണ്ടും അത് എഴുതി PC കാണിച്ചത്. So purchase consideration is 3,79,600. ഇനി നമ്മളുടെ എൻട്രി എന്തായിരുന്നു? പർച്ചേസിംഗ് കമ്പനി അക്കൗണ്ട് ഡെബിറ്റ് ടു റിയലൈസേഷൻ. അതായത് റിയലൈസേഷനിലേക്ക് ക്രെഡിറ്റ് പോകണം. പർച്ചേസിംഗ് കമ്പനിയുടെ പേരെന്താണ് ഇവിടെ? PQ Limited. സോ ബൈ PQ Limited എന്നിട്ട് ബ്രാക്കറ്റിൽ പർച്ചേസ് കൺസിഡറേഷൻ വർക്കിംഗ് നോട്ട് ടു റെഫറൻസ് കൊടുത്തോളൂ. So which is 3,79,600. So 3,79,600 റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞ് ഇവിടെ റിയലൈസേഷൻ എക്സ്പെൻസ് ഒന്നും പറയുന്നില്ല. സോ ബാക്കി എങ്ങോട്ടേക്ക് പോകും? ക്യാപിറ്റൽ പ്രോഫിറ്റ് ആയിട്ട് പ്രോഫിറ്റ് ഓൺ റിയലൈസേഷൻ എന്ന് പറഞ്ഞ് ക്യാപിറ്റൽ അക്കൗണ്ട്സ് ടു ഓഫ് P&Qയിലേക്ക് പോകും. വിച്ച് ഇസ് 1,30,000 P&Qന് ഈക്വലി. P&Q 65,000 and 65,000. Yeah. So with that realization close ആവും. റിയലൈസേഷനിൽ നിന്ന് ഈ ലാഭവും കൂടെ ആർക്ക് കിട്ടണം? സെയിം ഡേയിൽ 36-ൽ ആർക്ക് കിട്ടണം? നമ്മളുടെ പാർട്ട്നേഴ്സിന് കിട്ടണം. റിയലൈസേഷൻ 65,000 and 65,000. So which means they should get a total of 1,98,800 1,80,800 കിട്ടും. ഇനി എങ്ങനെയാണ് ഇത് സെറ്റിൽ ചെയ്യുന്നത്? അതായിരുന്നു അടുത്ത അഡ്ജസ്റ്റിംഗ് എൻട്രി അല്ലെ. ആദ്യമേ പർച്ചേസിംഗ് കമ്പനി ടു റിയലൈസേഷൻ സ്പെഷ്യൽ ട്രാൻസാക്ഷൻ. ഇനി ഈ പർച്ചേസിംഗ് കമ്പനീനെ ഡെറ്റർ ആക്കിയതിന് പകരം അവർ നമ്മൾക്ക് ഷെയർ തരികയോ അല്ലെങ്കിൽ ക്യാഷ് ഒക്കെ തരണോ അല്ലെ. ഇവിടെ ക്വസ്റ്റനിൽ പറയുന്നുണ്ട് PQ Limited paid the purchase consideration in equity shares of 10 each. അതായത് 10 രൂപ ഷെയറും കൂടെ തന്നാണ് നമ്മളുടെ ക്യാപിറ്റൽ സെറ്റിൽ ചെയ്തത്. അത് എങ്ങനെയാണ് സെറ്റിൽ ചെയ്തത്? 2 equity shares of PQ Limited 1,98,800 and 1,80,800. സപ്പോസ് ഇവിടെ 10 റുപ്പീസിൻ്റെ ആണ്. അപ്പം നമ്മൾക്ക് കറക്റ്റ് ഡിവിസിബിൾ ആണ്. ഇമാജിൻ ഇറ്റ് വാസ് തൗസൻഡ്സ് ഡിവിസിബിൾ ആയിരുന്നെങ്കിൽ ജസ്റ്റ് ഇമാജിൻ ചെയ്യുക. അപ്പോൾ 1000 ഫേസ് വാല്യൂ ഉള്ള ഷെയർ ആയിരുന്നു കൊടുത്തിരുന്നെങ്കിൽ 1,98,800 1000 ആയിട്ട് എങ്ങനെ നമുക്ക് കൊടുക്കാൻ പറ്റും? 198.8 ഷെയർസ് എന്ന് പറയും. 0.8 ഷെയർ കൊടുക്കാൻ പറ്റുമോ? ഒരു ഷെയർ അല്ലേ കൊടുക്കാൻ പറ്റൂ. അതിനെ മുക്കാലാക്കാനൊക്കെ മുറിച്ചു കൊടുക്കാൻ പറ്റും? ഇല്ല. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ ആ ബാക്കി 800-നെ എന്ത് ചെയ്യാനാണ് പറഞ്ഞത്? തൗസൻഡ്സിന്റെ മൾട്ടിപ്പിൾ ആയിട്ടുള്ള എമൗണ്ട് 1,98,000 ഇക്വിറ്റി ഷെയർ ആയിട്ടും ബാക്കി ഫ്രാക്ഷനിൽ കിടക്കുന്ന പോർഷൻ 800 രൂപ ക്യാഷ് ആയിട്ടും കൊടുക്കാനാണ് നമ്മളോട് പറയുന്നത്. സോ ഇവിടെ 10 റുപ്പീസ് ആയത് കാരണം രണ്ടും ഫുള്ളി ഷെയർസിൽ തന്നെ നമുക്ക് സെറ്റിൽ ചെയ്യാം. സോ വിത്ത് ദാറ്റ് ദിസ് ക്വസ്റ്റ്യൻ എൻഡ്സ്. ഇനി രണ്ട് പുതിയ ലെഡ്ജേഴ്സ് ഉണ്ടായിരുന്നു അല്ലെ, PQ ലിമിറ്റഡും ഇക്വിറ്റി ഷെയർസ് ഓഫ് PQ ലിമിറ്റഡ്. ജസ്റ്റ് വേണമെങ്കിൽ നിങ്ങൾക്കൊന്ന് മനസ്സിലാവാൻ ഐ ജസ്റ്റ് ഷോ യു. ആ റിയലൈസേഷനിൽ ഒരു എൻട്രി വരുമ്പോൾ PQ ലിമിറ്റഡ് എന്ന് പറഞ്ഞൊരു അക്കൗണ്ട് ഓപ്പൺ ആവും. റിയലൈസേഷനിൽ ക്രെഡിറ്റും PQ ലിമിറ്റഡിൽ ഡെബിറ്റുമാണ് ടു റിയലൈസേഷൻ. ആരുടെ ബുക്സിലാണ് ഇത് വരുന്നത്? ഫാമിന്റെ ബുക്കിൽ ക്ലോസ് ചെയ്യുന്നതാണ് ഈ ഒരു ലെഡ്ജറും കൂടെ ഓപ്പൺ ആവും അല്ലെ. 3,79,600. ഈ 3,79,600 എങ്ങനെയാണ് ഡിസ്ബേഴ്സ് ചെയ്യുന്നതെന്നാണ് പറയുന്നത്.
ഇക്വിറ്റി ഷെയർ ആയിട്ടല്ലേ. സോ എൻട്രി എന്തായിരുന്നു? ഇക്വിറ്റി ഷെയർ അക്കൗണ്ട് ഡെബിറ്റ്, അതായത് ഇക്വിറ്റി ഷെയർ അക്കൗണ്ട് ഡെബിറ്റ്. അപ്പോൾ ഇക്വിറ്റി ഷെയർസ് ഓഫ് പി ക്യു എന്ന് പറഞ്ഞ് ഒരു ലെഡ്ജർ ഓപ്പൺ ആകും. എന്തായിരിക്കും അവിടെ എൻട്രി വരാൻ പോകുന്നത്? 2PQ ലിമിറ്റഡ് എന്നാണ് എൻട്രി. 2 പർച്ചേസിങ് കമ്പനിയാണ് വന്നത്. അപ്പോൾ 3 lakh, സോറി, അത് PNQ സെപ്പറേറ്റ്ലി നിങ്ങൾ കാണിക്കണം. ഇക്വിറ്റി ഷെയർസ് ഓഫ് 2PQ ലിമിറ്റഡ് 3,79,600 ഇങ്ങനെയാണ് ഡിസ്ബേഴ്സ്മെന്റ് നമുക്ക് കിട്ടാൻ പോകുന്നത്. അപ്പോൾ PQ ലിമിറ്റഡിൽ എന്ത് സംഭവിക്കും? ഷെയർ കിട്ടിക്കഴിയുമ്പോൾ ഷെയർ അക്കൗണ്ട് ഓപ്പൺ ആയി ഈ PQ ലിമിറ്റഡ് അങ്ങ് ക്ലോസ് ആകും. 3,79,600 ഇല്ലേ? ടാലി ആയി പോകത്തില്ലേ? അതായത് അന്നത്തെ ദിവസം ഈ അക്കൗണ്ട് ക്ലോസ് ആയി. പിന്നെ എന്ത് ഓപ്പൺ ആയി വന്നു? ഇക്വിറ്റി ഷെയർസ് ഓപ്പൺ ആയി വന്നു. പിന്നെ ഉള്ളത് ഈ ഇക്വിറ്റി ഷെയർ ഇപ്പോൾ എൻ്റെ കയ്യിൽ ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് ഞാൻ ഫേമിൽ വെച്ചേക്കാണ്. ഫേമിന്റെ ഇൻവെസ്റ്റ്മെന്റ് ആണോ അത്? അല്ല, ഫേം ഡിസോൾവ് ആകുകയാണ്. അപ്പോൾ ഫേമിൽ ഒരു ലെഡ്ജറും കാണാൻ പാടില്ല. അപ്പോൾ ഈ ഇൻവെസ്റ്റ്മെന്റ് പോലെ കിട്ടിയാൽ അസറ്റ് ആയിട്ട് കിട്ടിയ ഇക്വിറ്റി ഷെയർ ആർക്ക് കൊടുക്കണം? ഓരോ പാർട്ട്നേഴ്സിനും കൊടുക്കണം. അതായത് ബൈ ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് പറഞ്ഞ് P 198,800, Q 180,800. ഈ ബൈഫിക്കേഷൻ എങ്ങനെ കിട്ടണമെന്ന് എവിടെ നിന്നാണ് നമ്മൾക്ക് അറിയാൻ പറ്റുന്നത്? ക്യാപിറ്റൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്ത് ഈ അമൗണ്ട്സ് കണ്ടുപിടിച്ച് കഴിയുമ്പോൾ, അപ്പോൾ ആ എമൗണ്ട് അറൈവ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഇക്വിറ്റി ഷെയറിനെ ക്രെഡിറ്റ് ചെയ്ത് ആർക്ക് കൊടുത്തു വിടും? പാർട്ട്നേഴ്സ് ക്യാപിറ്റലിന് കൊടുത്തു വിടും. സോ ഈ എൻട്രിയോട് കൂടി ഇക്വിറ്റി ഷെയർ എന്ന് പറയുന്ന ലെഡ്ജറും ക്ലോസ് ആവും, അതോടൊപ്പം എന്തും ക്ലോസ് ആവും? ഇക്വിറ്റി ഷെയറിനെ ക്രെഡിറ്റും ചെയ്തു, പാർട്ട്നേഴ്സ് ക്യാപിറ്റലിനെ ഡെബിറ്റും ചെയ്തു. അപ്പൊ അങ്ങനെ ഈ പാർട്ട്നേഴ്സ് ക്യാപിറ്റലും ക്ലോസ് ആകും. അങ്ങനെയാണ് എല്ലാ ലെഡ്ജറും ക്ലോസ് ആവുന്നത്. പുതിയ 2-3 എൻട്രി വന്നു എന്ന് വെച്ച് ഒരു ലെഡ്ജർ പോലും ഡിസൊല്യൂഷൻ കഴിഞ്ഞാൽ ഓപ്പൺ ആയി കിടക്കില്ല, എല്ലാം മ്യൂച്വലി ക്ലോസ് ആയി പോകും. ഇവിടെ കുറച്ച് അഡീഷണൽ ലെഡ്ജേഴ്സ് ഓപ്പൺ ആയി. നോർമൽ കേസിൽ ഡിസൊല്യൂഷൻ നമ്മൾ ഇത്രയും ദിവസം ചെയ്തിരുന്ന ക്ലാസ്സസിലൊക്കെ ഒരു ക്യാഷ് അക്കൗണ്ട് വഴിയാണ് ഇതെല്ലാം ഓപ്പൺ ആവുന്നത് അല്ലേ. അപ്പോൾ റിയലൈസേഷൻ കഴിഞ്ഞാൽ പിന്നെ ക്യാഷ് ആൻഡ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ വെച്ച് ക്ലോസ് ആയിക്കോളും. ഈ ഒരു കേസസിൽ അല്ലെങ്കിൽ സെയിൽ ടു എ കമ്പനി അല്ലെങ്കിൽ കൺവേർഷൻ ടു എ കമ്പനിയിലൊക്കെ ക്യാഷ് അക്കൗണ്ട് അല്ല, പകരം ഒരു ഡെറ്റർ ക്രിയേറ്റ് ആവും പർച്ചേസ് ചെയ്യുന്ന കമ്പനിയുടെ പേരിൽ. അവരുടെ അക്കൗണ്ട് ക്ലോസ് ആവുന്നത് അവർ തരുന്ന ഡിസ്ബേഴ്സ്മെന്റ് ഉപയോഗിച്ച്, അത് ഷെയർ ആവാം, ക്യാഷ് ആവാം, എന്ത് വേണമെങ്കിലും. ക്യാഷ് ആണെങ്കിൽ ക്യാഷ് ഓൾറെഡി നമ്മുടെ ക്യാഷിലേക്ക് അത് അക്യുമുലേറ്റ് ആയി അവിടെ നമ്മൾ പേയ്മെന്റ് നടക്കും. ഷെയർ ആയിട്ടാണ് കിട്ടുന്നതെങ്കിൽ പുതിയൊരു അക്കൗണ്ട് ഓപ്പൺ ആവും, ഇക്വിറ്റി ഷെയർ എന്ന് പറയും. എന്ന് വെച്ചാൽ ആ ഇക്വിറ്റി ഷെയർ അങ്ങനെ തന്നെ കിടക്കാൻ പോവുകയാണോ? അല്ല, ഡിസൊല്യൂഷനിൽ ഈ ഷെയർ നമ്മൾ ഓരോ പാർട്ട്നേഴ്സിനും കൊടുത്തു വേണം. ഇത് അവരുടെ ഇൻഡിവിജ്വൽ ഇൻവെസ്റ്റ്മെന്റ് ആണ് അല്ലെ. അപ്പൊ പാർട്ട്നേഴ്സിന്റെ ക്യാപിറ്റലിലേക്ക് ക്രെഡിറ്റ് ചെയ്ത് ഈ അക്കൗണ്ടും ക്ലോസ് ആവും, അതായത് ഇക്വിറ്റി ഷെയർ എന്ന് പറയുന്ന പുതിയ അക്കൗണ്ടും ക്ലോസ് ആവും. ആൻഡ് ദെൻ യു ഗെറ്റ് ടു ഓപ്പൺ, സോ യു ഗെറ്റ് ടു ക്ലോസ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ ആസ് ദ ഫൈനൽ സ്റ്റേജ്. So നമ്മൾ സെയിൽ ടു എ കമ്പനിയും 6 months അതായത് ആക്ടിവിറ്റി ഓഫ് എ ഫേം ആഫ്റ്റർ ബാലൻസ് ഷീറ്റ് ഡേറ്റും പഠിച്ചു കഴിഞ്ഞു. അതായത് ഡിസൊല്യൂഷൻ ഇസ് ആഫ്റ്റർ ദ പ്രീവിയസ് ക്ലോസ്, പ്രീവിയസ് ബുക്ക് ക്ലോസ് കഴിഞ്ഞിട്ട് ഒരു ഡിസൊല്യൂഷൻ ക്വസ്റ്റ്യൻ കൂടെ കമ്പൈൻ ചെയ്ത് നമ്മൾ പഠിച്ചിരിക്കുകയാണ്. സോ ഇതേ മോഡലിലുള്ള പല മാസങ്ങളുടെ ആക്ടിവിറ്റി ഒക്കെ വന്നെന്നിരിക്കും. സോ മേക്ക് ഷുവർ നിങ്ങൾ നിന്ന് വായിച്ച് മനസ്സിലാക്കി ഇതേപോലെയുള്ള പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് ചെയ്തു. ഇനി ജോയിന്റ് ലൈഫ് പോളിസി ഡൗട്ട് ഒന്നും വേണ്ട. 6,000 ഉണ്ടായിരുന്നു അസറ്റ്, പക്ഷേ ബുക്ക് ക്ലോസ് ചെയ്യുന്നതിന് മുന്നേ 30/6 മുന്നേ തന്നെ സറണ്ടർ ചെയ്ത് കിട്ടിയ ക്യാഷ് ഇവര് എടുത്തോണ്ടും പോയി കാണും അല്ലെ. അപ്പൊ അതിന്റെയൊക്കെ എഫക്റ്റ് ആയിരിക്കും ഈ ഡ്രോയിങ്സിൽ കിടക്കുന്നത്. പക്ഷെ നമ്മൾക്ക് അത് അറിയില്ല. അത് കാണിക്കേണ്ട കാര്യമുണ്ടോ? ഇല്ല. 30/6 അല്ലെങ്കിൽ 30/6 കഴിഞ്ഞിട്ടായിരുന്നെങ്കിൽ നമ്മൾ അതിനെക്കുറിച്ച് ബോധർ ചെയ്യണമായിരുന്നു. അതിനു മുന്നേ നടന്നൊരു കാര്യം എവിടെ കയറി പൊക്കോളും? ഒന്നെങ്കിൽ ഈ ഡ്രോയിങ്സ് ആയിരിക്കല്ല, വെരി സോറി, ഈ വർഷം പുതിയതായിട്ട് എടുത്തുകൊണ്ട് പോയ ഡ്രോയിങ്സിനകത്തൊക്കെ ആ JLPയിൽ നിന്ന് കിട്ടിയ ക്യാഷ് കാണും അല്ലെ. ആ ക്യാഷ് എല്ലാം കൂടെ ടേക്ക് ഓവർ ചെയ്യുന്നതായിരിക്കും ഡ്രോയിങ്സ് എന്ന് പറഞ്ഞ് അക്യുമുലേറ്റ് ചെയ്ത് നമ്മൾക്ക് തന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് ജോയിന്റ് ലൈഫ് പോളിസീനെ നമ്മൾ കംപ്ലീറ്റ്ലി ഇഗ്നോർ ചെയ്തത്. ബിക്കോസ് അത് കിട്ടിയതും അത് എടുത്തോണ്ട് പോയതുമൊക്കെ ജൂൺ 30 മുന്നേ തന്നെ സംഭവിച്ച് കഴിഞ്ഞു. So with this, we are winding up this question number 15. ഇനി question number 16 നമ്മൾ കുറച്ച് കഴിഞ്ഞ് എടുക്കുന്നുള്ളൂ. ബിക്കോസ് ഇവിടെ ഒരു തെറ്റുണ്ട്. This is not conversion or issue of
ഡിഫറൻഷ്യൽ ഹെഡിങ് വരുന്നതല്ല. സെയിൽ ടു എ കമ്പനി ആൻഡ് അഡ്മിഷൻ ഓഫ് എ പാർട്ട്ണർ കാറ്റഗറിയിൽ വരുന്നതാണ് കേട്ടോ. അപ്പോൾ അത് ഞാൻ കുറച്ചും കൂടെ കഴിഞ്ഞിട്ടായിരിക്കും എടുക്കുന്നത്. അഡ്മിഷൻ ഓഫ് എ പാർട്ട്ണർ. അപ്പോൾ ഇത് നിങ്ങളൊന്ന് ഹെഡിങ് തന്നിട്ടുണ്ടെങ്കിൽ അതൊന്ന് മാറ്റിയേക്കും. Question number 17 ആയിരിക്കും. We will take up next, which is sale to a company along with സെറ്റിൽമെന്റിനെ കുറിച്ച് കുറച്ച് പോയിന്റ് പറഞ്ഞിരിക്കുന്നതായിരിക്കും. We will be taking up next. ഇനിയുള്ള 16, 18 and 19. 16, 18, 19 and 20. ഇനി ഒരു 4 ക്വസ്റ്റ്യനും കൂടെ ഉള്ളതെല്ലാം it is based on admission, retirement, death and dissolution. അതായത് CA സ്റ്റുഡൻസിന് ഫൗണ്ടേഷൻ ലെവലിൽ പഠിക്കേണ്ട അഡ്മിഷൻ, റിട്ടയർമെന്റ് ആൻഡ് ഡെത്ത് ഓഫ് എ പാർട്ട്ണർ നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ടെന്നുള്ള കാഴ്ചപ്പാടിലാണ് ഇൻസ്റ്റിറ്റ്യൂട്ട് ക്വസ്റ്റ്യൻ ചോദിക്കാൻ പോകുന്നത്. So CA students should already know about admission, retirement and death. How do they account for? അതും കൂടെ ചേർന്നിട്ടുള്ള ഒരു dissolution പ്രോബ്ലം ആയിരിക്കും നമ്മൾ ചെയ്യുന്നത്. CMA സ്റ്റുഡൻസിന് ഇത് സെപ്പറേറ്റ് ചാപ്റ്റർ ആയിട്ടുണ്ട്. So I will be taking up admission, retirement and separately for you. പക്ഷെ ഇപ്പോൾ ഈ ക്ലാസ്സിൽ നമ്മൾ അഡ്മിഷൻ, റിട്ടയർമെന്റ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വീണ്ടും ഒന്നും പോവില്ല. അങ്ങനെ തന്നെ അഡ്മിഷൻ, റിട്ടയർമെന്റ് ഡെത്ത് നിങ്ങൾക്ക് അറിയാവുന്ന രീതിയിൽ പറഞ്ഞു പോകും. പക്ഷെ ഇൻ ഡെപ്ത് ആയിട്ട് CA സ്റ്റുഡൻസിന് സെപ്പറേറ്റ് ചാപ്റ്റർ ആയിട്ടില്ല പഠിക്കാൻ. പക്ഷെ നിങ്ങൾ ഓൾറെഡി അറിവുള്ളവരാണ് എന്ന് ഉള്ള രീതിയിലാണ് ഇൻസ്റ്റിറ്റ്യൂട്ട് ചോദിക്കുന്നത്. CMAക്കാർക്ക് എന്തായാലും ഇതുണ്ട്. സോ അതുകൊണ്ട് ഇങ്ങനത്തെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരാനുള്ള ചാൻസും വളരെ അധികമാണ്. അത് വന്നിട്ടുമുണ്ട്. ഡിസൊല്യൂഷൻ മാത്രമല്ല നിങ്ങളുടെ ബേസിക്സും അവർ ടെസ്റ്റ് ചെയ്യുന്നത്. So in this class we will be not taking up this admission, retirement. ഇനി നമ്മൾക്ക് sale to a company question number 17 ചെയ്യാം. After that ബാക്കിയുള്ള questions ആയിരിക്കും we will be taking. Question number 17. Mohit, Neil and were partners sharing profits and losses in the ratio of 5:3:2 respectively. The trial balance of the firm on 31st March 2019 was the following. Machinery cost and full details തന്നിട്ടുണ്ട്. Capital accounts ഉണ്ട്, drawings കൂടെ ഉണ്ട്. Interest on capitals at 10% per annum on the amount standing to the credit of the partner's capital account at the beginning of the year was not provided before preparing the above trial balance. On the above date, they formed a MNO private limited company with an authorized share capital of 2 lakh shares of 10 each, that is 20 lakh, to be divided in different classes to take over the business of partnership firm. You are required the following information. Machinery is to be transferred at 1,40,000. Shares in the company are to be issued to the partners at par in such numbers and in such classes as will give the partners, by reason of their shareholding alone, the same rights as regards interest on capital and the sharing of profits and losses as they had in the partnership. Before transferring the business, the partners wish to draw from the partnership profits to such an extent that the bank balance is reduced to 1 lakh. For this purpose, sufficient profits of the year are to be retained in profit sharing ratio. Before transferring the business, assets and liabilities except machinery and bank are to be transferred at their book value as on about it. You are required to prepare statements showing the workings of the number of shares of each class to be issued by the company to each partner. Capital accounts showing all adjustments required to dissolve the above partnership. Balance sheet of the company immediately after acquiring the business of the partnership and issuing of shares. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ വരുന്ന കാറ്റഗറി കൂടുതൽ ഫോക്കസ്
ചെയ്യുന്നത് ഇഷ്യൂ ഓഫ് ഷെയർസിനെ കുറിച്ചാണ്. അതായത് ഒരു പാർട്ട്ണർഷിപ്പ് ഫേം ഡിസോൾവ് ആയി ഒരു കമ്പനിയിലേക്ക് കൺവേർട്ടോ സെയിലോ ആയി കഴിയുമ്പോൾ ആ കമ്പനി ഈ പാർട്ട്ണർഷിപ്പ് ഫേമിൻ്റെ ഓണേഴ്സിന് അല്ലെങ്കിൽ പാർട്ട്നേഴ്സിന് സെറ്റിൽമെൻറ്റ് നടത്തണം അല്ലെ, പർച്ചേസ് കൺസിഡർ. അതായത് വിലയിട്ട ആ പാർട്ട്ണർഷിപ്പ് ഫേമിന് നിശ്ചയിച്ച ആ വിലയ്ക്ക് സെറ്റിൽമെൻറ്റ് നടത്തണം. അപ്പോൾ ആ സെറ്റിൽമെൻറ്റ് നടത്തുന്നത് ഷെയർസ് വഴിയായിരിക്കും. പൊതുവെ കമ്പനീസ് ക്യാഷ് വളരെ വിരളമാണ്. അപ്പോൾ ആ ഇഷ്യൂ ഓഫ് ഷെയർസിനെ എങ്ങനെ ഫോക്കസ് ചെയ്യണം എന്നുള്ളതാണ് ഈ ഒരു ക്വസ്റ്റ്യൻ്റെ മെയിൻ പാർട്ട്, അതായത് ഈ പോയിന്റ് നമ്പർ 2 എന്ന് പറയുന്നത്. സോ ലെറ്റ് us സ്റ്റാർട്ട്. ഇപ്പം ABC 3 ഏരിയാസ് നമ്മളോട് പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അതിൽ ആദ്യത്തെയാണ് കമ്പ്യൂട്ടേഷൻ ഓഫ് ഓർ നമ്പർ ഓഫ് ഷെയർസ് ടു ബി ഇഷ്യൂഡ് ടു പാർട്ട്നേഴ്സ്. ഇനി നമ്പർ ഓഫ് ഷെയർസ് ടു ബി ഇഷ്യൂഡ് ടു പാർട്ട്നേഴ്സ് നമ്മൾക്ക് കുറച്ചൊരു ഐഡിയ കാണും. കാരണം കമ്പനി സെറ്റിൽ ചെയ്യേണ്ടത് അവരെടുത്തുകൊണ്ട് പോകുന്ന അസറ്റ് ആൻഡ് ലയബിലിറ്റിക്ക് അവർ നിശ്ചയിക്കുന്ന പൈസ മേലാണ് അല്ലേ. അപ്പോൾ അതായത് ഇൻ നത്തിങ് ബട്ട് പർച്ചേസ് കൺസിഡറേഷൻ. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ പർച്ചേസ് കൺസിഡറേഷൻ എന്താണ് നമ്മൾക്ക് നോക്കാം. മെഷീനറി 2 lakh ആണ്, പക്ഷെ എത്ര രൂപയ്ക്ക് ട്രാൻസ്ഫർ ചെയ്യണമെന്നാണ് അഡീഷണൽ ഇൻഫർമേഷൻ പറയുന്നത്. 1,40,000. Then inventory. പോയിന്റ് നമ്പർ 4 നോക്കിക്കൊള്ളുക. ഇതിനകത്തെ അഡ്ജസ്റ്റ്മെന്റ്സിലെ അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് എക്സെപ്റ്റ് മെഷീനറി ആൻഡ് ബാങ്ക് ആർ ടു ബി ട്രാൻസ്ഫർഡ് അറ്റ് ദ ബുക്ക് വാല്യൂ. അതായത് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന അതേ ഡേറ്റ്. ഇനി ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന ഡേറ്റ് എന്നാണ് 31st March 2019 ഓൺ ദ അബൌവ് ഡേറ്റ്, അതായത് ആ ഡേറ്റിൽ തന്നെ. അപ്പോൾ ഇവിടെ സെയിൽ നടക്കുന്നത് ബാലൻസ് ഷീറ്റ് തന്നിരിക്കുന്ന അതേ ദിവസം തന്നെയാണ്. നമ്മൾ തൊട്ട് മുന്നേ ചെയ്ത ക്വസ്റ്റ്യൻ നമ്പർ 15 പോലെയല്ല. അവിടെ ബാലൻസ് ഷീറ്റ് തന്നിരിക്കുന്നത് ഒരു ഡേറ്റും കൺവേർഷൻ അല്ലെങ്കിൽ സെയിൽ നടക്കുന്നത് മറ്റൊരു ഡേറ്റുമാണ്. ഇവിടെ സെയിം ഡേറ്റ് ആയത് കാരണം നമ്മൾക്ക് അങ്ങനെ തന്നെ വാല്യൂസ് ഒക്കെ എടുക്കാം അവർ പറയുന്നത്. ഇനി മെഷീനറിയും ബാങ്കിനും മാത്രം വേറൊരു വാല്യൂ കൊടുക്കണം, ബാക്കി എല്ലാം ബാലൻസ് ഷീറ്റിലുള്ളത് എടുത്തോളാനാണ് പറയുന്നത്. സോ therefore trade receivables 1,24,000. സോ അസറ്റ്സ് എല്ലാം കഴിഞ്ഞിട്ട് ട്രേഡ് റിസീവബിൾസ് ആൻഡ് then we have ബാങ്കും കൂടെ എടുക്കണം അല്ലേ. ഇനി ബാങ്കിനെ കുറിച്ച് എത്ര ബാലൻസ് എടുക്കണമെന്നാണ് പറയുന്നത്, എത്രയാണ് ബാങ്കിൽ നിന്ന് ട്രാൻസ്ഫർ ചെയ്യുന്നത്. ബാക്കി 3 അസറ്റും നമ്മൾ എഴുതി കഴിഞ്ഞു. ബാങ്ക് ഇവിടെ പറയുന്നത് നോക്കിയേ, പോയിന്റ് നമ്പർ 3. ബിഫോർ ട്രാൻസ്ഫറിങ് ബിസിനസ് പാർട്ട്നേഴ്സിന് കുറച്ച് വിഡ്രോവൽ നടത്താൻ ആഗ്രഹമുണ്ട്. സോ ദാറ്റ് വിഡ്രോവൽ നടത്തി കഴിയുമ്പോൾ ബാങ്കിന്റെ ബാലൻസ് എത്രയായിട്ട് മാറണം? 1 lakh. അപ്പോൾ ആ 1 lakh ആയിരിക്കും ടേക്ക് ഓവർ ചെയ്യാൻ പോകുന്നത്. യെസ്. സോ therefore ബാങ്ക് വിൽ ബി 1 lakh ലെസ്. ലയബിലിറ്റീസ് അല്ലേ, ലയബിലിറ്റീസ് ഏതൊക്കെയുണ്ട്? ട്രേഡ് പേയബിൾസ്, $1,69,400. Okay. So therefore my purchase, വേറെ ഏതെങ്കിലും ലയബിലിറ്റി ഉണ്ടോ? ഇല്ല. പിന്നെയുള്ളത് ഡ്രോയിങ്സും ക്യാപിറ്റലും ഒക്കെയാണ്, which is not going to affect my purchase consideration. So my purchase consideration is 3,32,000. ഇതാണ് കമ്പനി നിശ്ചയിച്ച് MNO എന്ന് പറയുന്ന കമ്പനി നിശ്ചയിച്ചിട്ടുള്ള വില ആ പാർട്ട്ണർഷിപ്പ് ഫേമിൽ. ഇനി ഡിപ്രിസിയേഷൻ എടുത്തില്ല എന്നൊന്നും പറയണ്ട. 2 lakh കോസ്റ്റ് ഉണ്ട് ആൻഡ് ഡെപ്രിസിയേഷൻ 80,000 എന്ന് പറയുമ്പോൾ നെറ്റ് കോസ്റ്റ് ഓഫ് ദാറ്റ് ആസെറ്റ് ഓൺ ദ ഡേറ്റ് ഓഫ് 31st March 2019 ശരിക്കും എത്രയാണ്? 1,20,000. ആ 1,20,000 ആസെറ്റിനാണ് എത്ര വില ഇട്ടിരിക്കുന്നത് ടേക്ക് ഓവറിന്റെ സമയത്ത്? 1,40,000. ഇനി we have to now find out ഓരോ ക്ലാസ് ഓഫ് ഷെയർസ് എങ്ങനെ വീതമാണ് ഇവർക്ക് കൊടുക്കേണ്ടതെന്ന് അല്ലേ. സോ therefore next heading is class of shares to be issued to
to be issued. ഇത് തന്നെ നമ്മൾക്ക് column heads ആയിട്ടും കൊടുക്കാം. Class of shares. Mohit, Neil and Om അല്ലേ? Neil and Om. And finally total. ഇനി ക്വസ്റ്റ്യൻ പോയിന്റ് നമ്പർ 2ലേക്ക് നോക്കാം. കൊടുക്കേണ്ട ടോട്ടൽ എമൗണ്ട് എത്രയാണ്? 3,32,000. ഇനി ഈ 3,32,000 ആയിരിക്കും നമ്മൾ അഡ്ജസ്റ്റ്മെന്റ് എല്ലാം ചെയ്ത് കഴിയുമ്പോൾ ക്യാപിറ്റലും ഉണ്ടാവാൻ പോകുന്നത്. Because asset is equal to liability plus equity എന്ന് പറയുന്ന ഫോർമുല വരുമ്പോൾ അസറ്റ് ടേക്ക് ഓവർ ചെയ്യുന്നതും ലൈബിലിറ്റി ടേക്ക് ഓവർ ചെയ്യുന്നതിൻ്റെയും വാല്യൂ 3,32,000 എന്ന് പറയുന്നത് should be equal to the capital at the date of dissolution. അപ്പോൾ ആ എമൗണ്ട് തന്നെയായിരിക്കും കിട്ടാൻ പോകുന്നത്. സോ therefore നമ്മൾക്ക് ഈ പർച്ചേസ് കൺസിഡറേഷനെ ഓരോ പാർട്ടിയായിട്ടും നമുക്ക് സ്പ്ലിറ്റ് ചെയ്യുന്നതിന് തെറ്റൊന്നുമില്ല. ഇനി ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്ന പോയിന്റ് നമ്പർ 2 നോക്കുക. Shares in the company are to be issued to the partners at par in such numbers and in such classes as will give the partners by reason of their shareholding alone the same rights as regards interest on capital. ഇനി interest on capital എത്രയായിരുന്നു എന്നാണ് പറയുന്നത്. 10% അല്ലേ? 10% അല്ലേ? സോ ഇതേ രീതിയിൽ ഈ 10% തന്നെ കിട്ടത്തക്ക രീതിയിൽ ഒരു ക്ലാസ് ഓഫ് ഷെയർസ് അവർക്ക് കൊടുക്കണമെന്നാണ് പറയുന്നത്. സോ 10% ഇൻട്രസ്റ്റ് കിട്ടുന്നത് പോലെ ഏതോ ഒരു പെർട്ടിക്കുലർ ഷെയർ കൊടുത്താൽ അവർക്ക് അതേ 10% ഫിക്സഡ് ആയിട്ട് കിട്ടും. അത് ഏത് ഷെയർ ആണ്? ഏത് ടൈപ്പ് ഓഫ് ഷെയർ ആണ്? ഇക്വിറ്റി ഷെയർസ് ആണോ? ഇക്വിറ്റി ഷെയർ നമ്മൾക്ക് പറയാൻ പറ്റുമോ എല്ലാ വർഷവും എനിക്ക് 5% കിട്ടും അല്ലെങ്കിൽ 10% കിട്ടുമെന്ന്? ഇല്ല, ഒരിക്കലും പറയാൻ പറ്റില്ല. കാരണം പ്രോഫിറ്റ് കിട്ടുന്നതനുസരിച്ച് അല്ലെങ്കിൽ പ്രോഫിറ്റ് കിട്ടിയാലും കമ്പനിയുടെ ഡിസിഷൻസ് അനുസരിച്ച് അവർക്ക് മാറ്റം വേണേ വരുത്താം. അതായത് ഈ പ്രാവശ്യം അത്രയും ഡിവിഡൻഡ് ഞാൻ കൊടുക്കുന്നില്ല. പക്ഷേ ഏത് ടൈപ്പ് ഓഫ് ഷെയർ ആണ് എപ്പോഴും നമ്മൾ ഫിക്സഡ് ആയിട്ട് ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യാൻ പോകുന്നത്? ഇറ്റ് ഈസ് നത്തിങ് ബട്ട് പ്രിഫറൻസ് ഷെയർസ് അല്ലേ? പ്രിഫറൻസ് ഷെയർസിന് അതുകൊണ്ട് നമ്മൾക്കറിയാം ഡിബഞ്ചറിനെ പോലെ ഒരു പ്രീഫിക്സ് കാണും ഒരു പെർസെൻറ്റേജിൻ്റെ. കാരണം പ്രോഫിറ്റ് ഉണ്ടാകുമ്പോൾ ആ പെർസെൻറ്റേജ് മാത്രമാണ് പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് ഇൻകം ആയിട്ട് ആ ഷെയറിൽ നിന്ന് കിട്ടാൻ പോകുന്നത്. സോ ഇൻ സച്ച് ക്ലാസ് ഓഫ് ഷെയർസ് വിച്ച് ഗിവ്സ് ദം ദ സെയിം റൈറ്റ്സ് ആസ് റിഗാർഡ്സ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ 10%. അതേ 10% ഉറപ്പായിട്ടും കിട്ടുന്ന ഒരു ടൈപ്പ് ഓഫ് ഷെയർ കൊടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. സോ therefore first is 10% പ്രിഫറൻസ് ഷെയർസ് ഓഫ്, ഇവിടെ നമ്മളോട് അറ്റ് പാർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ ഐ എം അസ്യൂമിങ് എവറി ഷെയർ ഇസ് at 10 rupees each. ബ്രാക്കറ്റിൽ നമ്മൾക്ക് എഴുതാം ടു റീറ്റെയിൻ rights as interest on capital. അപ്പം ഈ പാർട്ട്ണർഷിപ്പ് ഫേമിൽ ഇവർ പാർട്ട്നേഴ്സ് ആയിരുന്നപ്പോൾ ഇവർക്ക് എല്ലാ പ്രാവശ്യവും അല്ലെങ്കിൽ എല്ലാ വർഷവും അവരുടെ ക്യാപിറ്റലിൽ 10% കിട്ടിയിരുന്നു. അങ്ങനെയാണെങ്കിൽ അതേപോലെ തന്നെ ആയിരിക്കണം കമ്പനിയിൽ അവർ ഡയറക്ടേഴ്സ് ആയി കഴിഞ്ഞാലും അവർക്ക് അതേ 10% കിട്ടണമെന്ന് പറഞ്ഞു. ഇനി എത്രയുണ്ടായിരുന്നു അവരുടെ ക്യാപിറ്റൽ? 1,36,000, 90,000, 46,000. അപ്പോൾ ഇതേ പ്രപ്പോർഷനിലായിരിക്കണം അവർക്ക് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കിട്ടിയതുപോലെ തന്നെ പ്രിഫറൻസ് ഷെയർസിൽ നിന്നും വരുമാനം കിട്ടേണ്ടത്. സോ therefore 1,36,000, 90,000 and 4. എന്നാൽ മാത്രമാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്ന 10% കറക്റ്റ്ലി ഇവർക്ക് ഷെയർസിൽ വന്നു കഴിഞ്ഞാലും കിട്ടുകയുള്ളൂ. സോ 1,36,000 plus 46,000 plus 90, അതായത് 2,72,000. ഇനി നോക്കുക, ടോട്ടൽ നമ്മൾ സെറ്റിൽ ചെയ്യേണ്ടത് എത്രയായിരുന്നു?
3,32,000 ആണ് നമ്മൾ സെറ്റിൽ ചെയ്യേണ്ടിയിരുന്ന പർച്ചേസ് കൺസിഡറേഷൻ. അതിൽ 2,72,000 ഓൾറെഡി നമ്മൾ പ്രിഫറൻസ് ഷെയർസ് ആയിട്ട് കൊടുത്തു. അങ്ങനെയാണെങ്കിൽ ബാക്കിയായിരിക്കും റിമൈനിങ് ഷെയർസ് ആയിട്ട് കൊടുക്കുന്നത്. ഇവിടെ ഷെയർ മാത്രം കൊടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്, ഷെയർസ് ഇൻ ദ കമ്പനി. സോ therefore പ്രിഫറൻസ് ഷെയർസ് കഴിഞ്ഞാൽ ബാക്കി മിച്ചമുള്ളത് എങ്ങനെ നമ്മൾ കൊടുക്കണം? ഈക്വിറ്റി ഷെയർസ്, അതായത് ബാലൻസ് ഇൻ ഈക്വിറ്റി ഷെയർസ് ഓഫ് 10 each. Yeah. And the sharing of profit and loss as they had in the partnership. അതായത് ഫസ്റ്റ് പ്രിഫറൻസ് ഷെയർസ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ പോലെയാണ് കൊടുക്കുന്നതെങ്കിൽ റിമൈനിങ് മിച്ചം നമ്മൾ കൊടുക്കേണ്ടത് എങ്ങനെ കൊടുക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അവരുടെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ 5:3:2. അതായത് ടോട്ടൽ 60,000 should be given as 5:3:2 ratio. So therefore 30,000. എങ്ങനെയാണ് ഈ 30,000 വന്നത്? 60,000 ടോട്ടൽ കൊടുക്കണം, അതിനെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിൽ അറേഞ്ച് ചെയ്യണം, 5:3:2. Then 60,000 into 3/10 and 60,000 into 2/10. So which is 30,000, 18,000 and 12,000. So ഇങ്ങനെയാണ് total disbursement of purchase consideration കൊടുക്കാൻ പോകുന്നത്. Balance to be issued in profit sharing ratio 5:3:2. Total issue അല്ലെങ്കിൽ settled എന്ന് നിങ്ങൾക്ക് മനസ്സിലാവാൻ ഇത് എഴുതിയിരിക്കുന്നതാണ്. So we have completed the first part of the question asked to us. Prepare a statement showing the number of shares of each class. Workings of the number of shares. ഇവിടെ നമ്മൾ വാല്യൂലാണ് കൊടുത്തിരിക്കുന്നത്. അപ്പം 10 rupees എന്ന് പറഞ്ഞ് കാണിക്കുമ്പോൾ it is clear that എത്ര നമ്പർ ആണെന്ന് നമ്മൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലായി. നെക്സ്റ്റ് ഇസ് ക്യാപിറ്റൽ അക്കൗണ്ട്സ് ഷോയിങ് ഓൾ അഡ്ജസ്റ്റ്മെന്റ്സ് റിക്വയർഡ് ടു ഡിസോൾവ് ദ പാർട്ട്ണർഷിപ്പ്. അതായത് പോയിന്റ് നമ്പർ ബി ഇസ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. Mohit, male and woman. Mohit, male and woman. ഇനി നമ്മൾക്ക് ബാലൻസസ് ഒക്കെ എഴുതാം. ബൈ ബാലൻസ് brought down 1,36,000, 90,000 and 46,000. And that is what was given in the question. ബാലൻസ് ഷീറ്റ് തന്നിരുന്നു. ഇനി അതിനോടൊപ്പം ബാലൻസ് ഷീറ്റിൽ തന്നെ ഡ്രോയിങ്സ് തന്നിരുന്നു. ഇനി ഡിസൊല്യൂഷൻ്റെ ഭാഗമായിട്ട് ഈ ഡ്രോയിങ്സ് സെപ്പറേറ്റ്ലി മെയിൻറ്റെയിൻ ചെയ്യേണ്ട കാര്യമുണ്ടോ? ഇല്ല, അതൊക്കെ എങ്ങോട്ടേക്ക് പോകണം? ക്യാപിറ്റൽ അക്കൗണ്ട്സിലേക്ക് പോകണം. സോ 2 drawings, 50,000, 46,000 and 34,000. ഇനി നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഈ ബാലൻസ് ഷീറ്റ് കഴിഞ്ഞിട്ടുള്ളൊരു പോയിന്റ് നോക്കുക. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ അക്കൗണ്ട്സ് at 10% per annum on the amount standing to the credit of the partner's capital account at the beginning of the year was not provided before preparing the trial balance. അപ്പോൾ നമ്മൾ എന്തും കൂടെ കൊടുക്കണം? ഈ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലും കൂടെ കൊടുക്കണം. ഇനി ഈ പ്രോഫിറ്റ് ഒക്കെ നോക്കുക, സെപ്പറേറ്റ് ഒരു ലെഡ്ജർ ആയിട്ട് തന്നെയാണ് കാണിച്ചിരിക്കുന്നത് അല്ലേ? അതായത് അതിൻ്റെ അർത്ഥം ആ എമൗണ്ട്സ് ഒന്നും പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിൽ എങ്ങോട്ടേക്ക് പോയിട്ടില്ല,
ഇങ്ങോട്ടേക്ക് പോയിട്ടില്ല, ക്യാപിറ്റലിലേക്ക് അഡ്ജസ്റ്റ് ആയിട്ടില്ല. അതായത് ഈ ക്യാപിറ്റൽ അക്കൗണ്ട് ഇസ് നത്തിങ് ബട്ട് ഈ ബാലൻസ് ഷീറ്റ് ഡേറ്റിലുള്ളതാണെങ്കിലും ഓപ്പണിങ്ങിലുള്ള അതേ എമൗണ്ട് തന്നെയാണ് ഇപ്പോഴും കിടക്കുന്നത്. അല്ലെങ്കിൽ ഈ പ്രോഫിറ്റ് സെപ്പറേറ്റ്ലി റൈറ്റുമായിട്ട് കാണുമോ? ഇല്ല, ഓരോ പാർട്ട്നേഴ്സിൻ്റെയും ക്യാപിറ്റലിലേക്ക് ആഡായി പോയില്ലേ? ആഡായി പോകും. സോ ദെയർഫോർ ഈ എമൗണ്ട് ഇസ് നത്തിങ് ബട്ട് ദ ഓപ്പണിങ്ങിലുള്ള ക്യാപിറ്റൽ തന്നെ. അങ്ങനെയാണെങ്കിൽ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഈ വർഷം നമ്മൾ ചാർജ് ചെയ്യേണ്ടത് ഇതിന്മേൽ കമ്പ്യൂട്ട് ചെയ്താൽ മതി. ബൈ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ 10%. Yeah? So 1,36,000 in a 10%, 13,600, 9,000 and 4,600. ഇത്രയും ക്ലിയർ ആയല്ലോ. Now P&L നമ്മൾക്ക് തന്നിരിക്കുന്നത് നോക്കുക എത്രയാണ്, 2,48,600. പക്ഷെ ഓർക്കുക, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കൊടുത്തിട്ടില്ല. അത് എപ്പോഴാണ് നമ്മൾ കൊടുക്കുന്നത് അല്ലേ? ഈ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എവിടെ നിന്നാണ് ശരിക്കും അഡ്ജസ്റ്റ് ആവേണ്ടത്? നമ്മുടെ P&L അപ്രോപ്രിയേഷൻ എന്ന് പറയുന്ന ആ ഒരു അക്കൗണ്ടിൽ നിന്ന് മാറേണ്ടതാണ് അല്ലേ? അപ്പോൾ ഈ പ്രോഫിറ്റ് അങ്ങനെ തന്നെ നമുക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുമോ? ഇല്ല, ഇതിൽ നിന്ന് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കഴിഞ്ഞിട്ടുള്ളത് വേണം നമ്മൾ ഡിസ്ട്രിബ്യൂഷൻ നടത്താൻ. സോ ദെയർഫോർ ബൈ P&L appropriation എന്ന് പറഞ്ഞ് ഞാൻ എഴുതി, അല്ലെ P&L account എന്ന് പറഞ്ഞ് എഴുതി, going to give reference to a working note 1. Yeah? So working note 1 ൽ P&L appropriation account. P&L appropriation account ആണ് നമ്മൾ P&L ൽ എടുത്തു വരുന്ന പ്രോഫിറ്റ് ഓർ ലോസിലേക്ക് പാർട്ട്നേഴ്സിന് കൊടുക്കേണ്ട ഇൻട്രസ്റ്റും സാലറിയും എല്ലാ അഡ്ജസ്റ്റ്മെന്റ്സും നമ്മൾ നടത്തുന്നത് P&L appropriation account. സോ അവിടെ എമൗണ്ട് വന്നിരിക്കുന്നത് P&L എന്നാണ്. സോ ബൈ P&L account എത്ര ഉണ്ടായിരുന്നു? 2,48,600. This is clear to us because question already തന്നിട്ട് ഉണ്ട്. By P&L net profit. Whatever you want to name. ഇനി ഇവിടെ നിന്നാണ് നമ്മൾ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കൊടുക്കുന്നത്. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഫേമിനെ സംബന്ധിച്ചിടത്തോളം എക്സ്പെൻസ് ആണ് അല്ലേ? സോ ദെയർഫോർ മോഹിത്തിന് നമ്മൾ കൊടുക്കേണ്ടത് 13,600. ഇത് ഇന്നർ കോളത്തിൽ വേണമെങ്കിൽ എഴുതാം, ഔട്ടർ കോളത്തിൽ വേണമെങ്കിൽ എഴുതാം. അപ്പോൾ ഔട്ടർ കോളത്തിൽ അങ്ങ് എഴുതിയേ ഉള്ളൂ 9,000 and 4,600. Yeah? So this means in interest on drawings കൊടുക്കുന്ന drawings ഉള്ള ഒരു ഫേം അല്ലേ, ഡ്രോയിങ്സിനെ കുറിച്ചൊന്നും പറയുന്നില്ല, സോറി ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സിനെ കുറിച്ചൊന്നും പറയുന്നില്ലെങ്കിൽ നമ്മൾ പെർസെൻറ്റേജ് ഒന്നും ഫിക്സ് ചെയ്ത് കൊടുക്കേണ്ട കാര്യമില്ല. ഇഫ് ഇറ്റ് ഈസ് ഗിവൻ യു ഗിവ്, അതർവൈസ് യു ക്യാൻ സ്കിപ്പ് ഇറ്റ്. സോ വിച്ച് മീൻസ് ഈ P&L നിന്ന് ഇത്രയും എക്സ്പെൻസസ് പോയി കഴിയുമ്പോൾ ബാക്കിയുള്ളതായിരിക്കണം ക്യാപിറ്റൽ അക്കൗണ്ട്സിലേക്ക് കിട്ടേണ്ട പ്രോഫിറ്റ്, which is Mohit, Neil and Om. Better in the total 248,600 minus 13,600, 9,000 minus 2,21,400. ഇതാണ് ടോട്ടൽ പ്രോഫിറ്റ്. ഇനി ഇതിനെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിൽ അലൈൻ ചെയ്യണം. 1,10,700, 66,420, 44,280. Yeah? So this is a 5:3 profit sharing ratio. ഈ amounts നമ്മൾക്ക് എങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്യാം? ക്യാപിറ്റലിലേക്ക് നമ്മൾക്ക് യൂസ് ചെയ്യാം. 1,10,700, 66,420 and 44,280. Ini, is there anything else as part of dissolution that they should get? Dissolution realization വഴി വരുന്ന പ്രോഫിറ്റ് ഓർ ലോസ് ആർക്ക് കിട്ടേണ്ടതാണ്? പാർട്ട്നേഴ്സ് ക്യാപിറ്റലിലേക്ക് വരണം. ഇവിടെ റിയലൈസേഷൻ വഴി, അതായത് റിയലൈസേഷൻ അക്കൗണ്ട് നമ്മൾ പ്രിപ്പയർ ചെയ്താൽ നമ്മൾ എങ്ങനെയായിരിക്കും ചെയ്യാൻ പോകുന്നത്? അസറ്റിനെയൊക്കെ ബുക്ക് വാല്യൂ ഡെബിറ്റ് ചെയ്യും, ലയബിലിറ്റീനെയൊക്കെ ക്രെഡിറ്റ് ചെയ്യും, എന്നിട്ട് പർച്ചേസ് കൺസിഡറേഷനെ ക്രെഡിറ്റ് ചെയ്യും അല്ലേ? അപ്പോൾ പർച്ചേസ് കൺസിഡറേഷൻ നമ്മൾ എടുത്തുകൊണ്ട് പോകുന്ന അസറ്റ് ആൻഡ് ലയബിലിറ്റിനേക്കാളും വാല്യൂ കൂടുതലാണെങ്കിൽ നമുക്കൊരു പ്രോഫിറ്റ് കിട്ടും. ഇവിടെ അങ്ങനെ ഏതെങ്കിലും ഉണ്ടോ?
എല്ലാ അസറ്റ്സ് എക്സെപ്റ്റ് മെഷീനറി ആൻഡ് ബാങ്കും അസറ്റ് ആൻഡ് ലയബിലിറ്റി ബുക്ക് വാല്യൂഡ് തന്നെയാണ്. അപ്പോൾ ഇൻവെൻട്രി, ട്രേഡ് റെസീവബിൾസ് ആൻഡ് ട്രേഡ് പേബിൾസ് എന്തെങ്കിലും ലാഭമോ നഷ്ടമോ ഉണ്ടോ? ഇല്ല. പക്ഷേ മെഷീനറിയും ബാങ്കിൽ നിന്നും ഒരു ലാഭവും നഷ്ടവും വരാൻ സാധ്യതയുണ്ട് അല്ലേ? അതിൽ മെഷീനറി ലാഭമാണോ നഷ്ടമാണോ നോക്കിയേ. മെഷീനറി 2 lakh ആണ് കോസ്റ്റ്, ഹിസ്റ്റോറിക്കൽ കോസ്റ്റ്. അതിന്മേലുള്ള അക്യുമുലേറ്റഡ് ഡിപ്രിസിയേഷൻ 80,000 ആയിരുന്നു. അതായത് 1,20,000 ആണ് മെഷീനറിയുടെ ശരിക്കുമുള്ള കോസ്റ്റ്. പക്ഷേ എത്രയാണ് നമ്മൾ എടുത്തുകൊണ്ട് പോകുന്നത്? 1,40,000. അതായത് there is a gain on this asset അല്ലെങ്കിൽ ഒരു റിയലൈസേഷൻ പ്രോഫിറ്റ് ഉണ്ട് on machinery alone. So therefore ആ എമൗണ്ട് നമ്മൾക്ക് എഴുതാം റിയലൈസേഷൻ. ഇനി ആ റിയലൈസേഷൻ്റെ ബ്രാക്കറ്റിൽ ഞാൻ മെഷീനറിയിൽ നിന്നുള്ള ഗെയിൻ ആണ് എഴുതുകയാണ്, അല്ലെങ്കിൽ മെഷീനറി പ്രോഫിറ്റ് എന്ന് എഴുതുകയാണ്. How did I get that? Or I'll give that as a working note again. വേറെ ഒരു അസറ്റിനും റിയലൈസേഷൻ ഗെയിൻ ഇല്ല കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ മെഷീനറി മാത്രം എഴുതി. പിന്നെ റിയലൈസേഷൻ അക്കൗണ്ട് നമ്മളോട് ചോദിച്ചിട്ടില്ല. അപ്പോൾ ഈ ഒരു ഒറ്റ സിംഗിൾ പോയിന്റിന് വേണ്ടി നിങ്ങൾ റിയലൈസേഷൻ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്ത് പ്രോഫിറ്റ് കണ്ടുപിടിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. കണ്ടുപിടിച്ചാലും തെറ്റൊന്നുമില്ല, നമ്മുടെ സമയം എത്ര നഷ്ടപ്പെടും. അതുകൊണ്ട് ഞാൻ അത് കണ്ടുപിടിക്കുന്നില്ല എന്നുള്ളതേ ഉള്ളൂ. റിയലൈസേഷൻ പ്രോഫിറ്റ്, ഗെയിൻ ഓൺ transfer of machinery. So if you want you can prepare, okay, there's nobody stopping you to do that, but only thing is that നമ്മൾ എക്സാമിന് കുറച്ച് സ്മാർട്ട് വർക്ക് ചെയ്യേണ്ടി വരും. അപ്പോൾ ചോദിച്ചിട്ടില്ലെങ്കിൽ അത് പ്രിപ്പയർ ചെയ്ത് സമയം കളയേണ്ട കാര്യമില്ല എന്നുള്ള കാര്യം നമ്മളൊന്ന് റിയലൈസ് ചെയ്യണം. ആൻസർ കിട്ടും, പക്ഷെ നിങ്ങൾക്കപ്പോൾ വേറെ പ്രോബ്ലം ഒക്കെ ചെയ്യാനുള്ള സമയം അങ്ങോട്ട് നഷ്ടപ്പെടുകയാണ്. സോ ഒരൊറ്റ ഒരു എമൗണ്ട് ഉള്ള കാരണം നമ്മൾക്ക് വെറുതെ ഒരു വർക്കിംഗ് നോട്ട് ഇങ്ങനെ ഒരെണ്ണം വർക്കിംഗ് നോട്ട് എഴുതിയാലും തെറ്റൊന്നുമില്ല. So 1,20,000 ആണ് 1,40,000 എടുക്കുന്നത്. So gain is 20,000. Yeah, gain is ഇനിയിപ്പം ഇത് നെഗറ്റീവ് വന്നു എന്നോർത്ത് ഗെയിൻ എന്ന് ഓൾറെഡി എഴുതിയത് കാരണം ഇറ്റ് ഈസ് അണ്ടർസ്റ്റുഡ്. അപ്പോൾ ഫോർമുല എഴുതിയത് ആദ്യമേ ടേക്ക് ഓവർ വാല്യൂ എഴുതാത്തതുകൊണ്ട് നെഗറ്റീവ് വന്നതാണ്. അത് കൺഫ്യൂഷൻ ആണെങ്കിൽ യു ക്യാൻ ഡു ഇറ്റ് ദിസ് വേ. ദിസ് gain or realization profit should be distributed among Mohit, Neil and Oman 5:3:2 ratio. So 20,000 in 5:3 ratio, which is 10,000, 6,000 and 4,000. So ഇതായിരിക്കും റിയലൈസേഷൻ പ്രോഫിറ്റ്. സോ അതെങ്ങോട്ടേക്ക് എടുത്ത് എഴുതുക? ക്യാപിറ്റലിലേക്ക് 10,000, 6,000 and 4,000. We have written that also. ഇനി നമ്മളോട് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്ന അടുത്ത പോയിന്റ് is before transferring the business, the partners wish to draw from the partnership profits to such an extent that the bank balance is reduced to 1 lakh. For this purpose, sufficient profits of the year are to be retained in profit sharing ratio. So, നമ്മുടെ ബാങ്കിൽ നിന്ന് നമ്മൾക്ക് എടുത്തുകൊണ്ട് പോകാൻ അവൈലബിൾ ആയിട്ടുള്ള എമൗണ്ട് എത്രയുണ്ട്? 1,78,000 ആണ്. 1,78,600 ആണ് ടോട്ടലി നമ്മൾക്ക് എടുത്തുകൊണ്ട് പോകാൻ പറ്റുന്നത്. ഇനി അതിൽ എത്രയായിട്ട് കുറയ്ക്കണമെന്നാണ് പറയുന്നത്? 1 lakh ആയിട്ട് കുറയ്ക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ? So let us find out or work out that through another working note. Drawings in the additional drawings in the amount that can be withdrawn from bank additionally is equal to
1,78,600 ആണ് ടോട്ടൽ ഉണ്ടായിരുന്നത്. അഡീഷണൽ ഡ്രോയിങ്സ് നടത്തി കഴിയുമ്പോൾ 1,00,000 പാടുള്ളൂ എന്ന് പറഞ്ഞു. വിച്ച് മീൻസ് യു ക്യാൻ വിഡ്രോ അഡീഷണലി 78,600. ഈ അഡീഷണൽ ഡ്രോയിങ്സ് വന്നു കഴിയുമ്പോൾ യുവർ പ്രോഫിറ്റ് ഷുഡ് ബി arranged in, what is the point given? It should be arranged to such an extent where, for this purpose, sufficient profits of the year are to be retained in profit sharing ratio. So we have the amount that can be withdrawn from bank as 78,600. In a question, പറയുന്നത് ഇത് കുറച്ച് കൺഫ്യൂസിങ് അല്ലെങ്കിൽ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള വർക്കിംഗ് നോട്ടാണ്. ക്വസ്റ്റ്യൻ പറയുന്നത് for this purpose sufficient profits of the year are to be retained in profit sharing ratio. അതായത് ശരിക്കും നമ്മുടെ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് നോക്കുക. പ്രോഫിറ്റ് എന്ന പേരിൽ, അതായത് പ്രോഫിറ്റ് ആൻഡ് ലോസ് എന്നുള്ള പേരിൽ ഈ ഓരോ പാർട്ട്നേഴ്സിനും കിട്ടുന്ന എമൗണ്ട് എത്രയാണ്? P&L appropriation 1,10,700 ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലും അല്ലേ? ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലും മറ്റൊന്നുമല്ല P&L തന്നെയല്ലേ? P&Lൽ നിന്ന് വേറൊരു പെർസെൻറ്റേജ് വെച്ചിട്ട് നമ്മൾ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലിന് വേണ്ടി മാറ്റി വെച്ചിരിക്കുന്നതാണ്. ബട്ട് അൾട്ടിമേറ്റ്ലി ഇതും ചേർത്തിട്ടുള്ള ടോട്ടൽ എമൗണ്ട് ആണ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞ് നമ്മൾക്ക് കിട്ടാൻ പോകുന്നത് അല്ലേ? സോ ഫോർ ദാറ്റ് ഐ ആം ഗോയിങ് ടു ജസ്റ്റ് ക്വിക്ക്ലി റൈറ്റ് ദോസ് ആസ് എ സ്റ്റേറ്റ്മെന്റ്. Mohit, Neil and Om. Mohit, Neil and Om in amount that will be received as profit or from profit, അതായത് in the nature of interest on capital ഉൾപ്പെടെ ലാഭത്തിൻ്റെ ആയിട്ട് മാറ്റി വെച്ചിരിക്കുകയാണ് നമ്മൾ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. അത് ടോട്ടൽ എമൗണ്ട് ഞാൻ ഒന്ന് എഴുതുകയാണ്. വാട്ട് ആർ ദോസ്? 1,10,700 പ്ലസ് 13,600. അടുത്തത് എന്തായിരുന്നു? നമുക്ക് ഈ P&L അപ്രോപ്രിയേഷൻ നോക്കിയാലും മതി. 66,420 പ്ലസ് 9,000. 66,420 പ്ലസ് 9,000. പിന്നെ 44,280 plus 4,600. 44,280 plus 4,600. ഇതാണ് ടോട്ടൽ പ്രോഫിറ്റും പ്രോഫിറ്റിന്റെ നേച്ചറിൽ നിന്ന് എടുത്തു മാറ്റി മറ്റൊരു പേര് കൊടുത്ത് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്നത്. സോ ടോട്ടൽ ഓരോരുത്തർക്കും കിട്ടേണ്ട എമൗണ്ട്, കിട്ടിയ എമൗണ്ട് നമ്മൾക്കൊന്ന് എഴുതാം. 1,24,300 75,420 and finally 44,280 plus 4,600 48,880. ഇത്രയുമാണ് പ്രോഫിറ്റും പ്രോഫിറ്റിൽ നിന്ന് മറ്റൊരു പേരിൽ കിട്ടിയ ക്യാപിറ്റലിൻ്റെയും ടോട്ടൽ. ഇതിൽ നിന്ന് അവർ കുറേ ഡ്രോയിങ്സ് നടത്തി. ഈ ലാഭത്തിൽ നിന്നൊക്കെയാണ് നമ്മൾ ഡ്രോ ചെയ്യുന്നത്, അല്ലാതെ ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്ത് ക്യാപിറ്റൽ തന്നെ ഡ്രോ ചെയ്യാണ്. ഇറ്റ് മീൻസ് ദാറ്റ് ദേ ഹാവ് നോട്ട് contributed to the working of this business as such. So what have they withdrawn till date? Drawings till date. അതായത് ഓൾറെഡി ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത്. അതും ക്യാഷ് ആയിട്ട് എടുത്തുകൊണ്ട് പോയിട്ടുണ്ട്. പക്ഷെ ക്യാഷ് ആയിട്ട് ജനറേറ്റ് ആവണമെങ്കിൽ പല ലാഭവിഹിതങ്ങളും കൂടെ കൂടിയതായിരിക്കും ക്യാഷിൽ വന്നിരിക്കുന്നത് അല്ലേ? സോ 50, 46 and 34 minus 50,000, 46 and 34. So therefore balance $74,300, 29,420 and ഇനി ഇതിൻ്റെ മൂന്നിൻ്റെയും കൂടെ ക്യുമുലേറ്റീവ് ആയിട്ടുള്ള എമൗണ്ട് ഞാൻ എഴുതുകയാണ്. 74,300 പ്ലസ് 29,420 പ്ലസ്
1,18,600. ഇത്രയുമാണ് ബാലൻസ് ആയിട്ട് നമ്മുടെ കയ്യിൽ. അതായത് കിട്ടിയ പ്രോഫിറ്റിൽ നിന്ന് ഓൾറെഡി കുറേ ഡ്രോയിങ്സ് എടുത്തുകൊണ്ട് പോയി. അത് കഴിഞ്ഞാൽ ബാക്കി ലാഭവിഹിതമുള്ളത് 1,18,600 ആണ്. ഇനിയാണ് നമ്മൾ ആദ്യമേ പ്രിപ്പയർ ചെയ്ത് അല്ലെങ്കിൽ കണ്ടുപിടിച്ച് വെച്ചിരുന്ന എമൗണ്ട് ദാറ്റ് ക്യാൻ ബി വിഡ്രോൺ ഫ്രം ബാങ്കിലേക്ക് ഒന്ന് പോയി നോക്കേണ്ടത്. അവിടെ പറയുന്നത് നമ്മൾക്ക് മാക്സിമം ഇനി എത്രയും കൂടെ വിഡ്രോ ചെയ്യാം, 78,600. അതായത് നമ്മളുടെ ലാഭവിഹിതത്തിൽ നിന്ന് ഇനിയും ഒരു 78,600 ലാഭവിഹിതത്തിൽ നിന്നും പോകും. അതേപോലെ ലാഭവിഹിതം എവിടെ വന്ന് കിടപ്പുണ്ട്, എൻ്റെ ബാങ്കിൽ അക്യുമുലേറ്റ് ആയി കിടപ്പുണ്ട്, അവിടെ നിന്നും പോകും. അതായത് ബാങ്കിൽ നിന്ന് അഡീഷണൽ ഒരു 78,600 പോകുന്നത് ബാലൻസ് ഷീറ്റിൽ അസറ്റ് സൈഡിൽ നിന്ന് പോകുന്നതിന് തുല്യമാണ് അല്ലേ. ബാലൻസ് ഷീറ്റിന്റെ അസറ്റ് സൈഡിൽ ബാങ്ക് ഉണ്ട്, അവിടുന്ന് 78,600 പോകുമ്പോൾ ലയബിലിറ്റി സൈഡിൽ നിന്നും ഒരു 78,600 പോകണം. ഇല്ലെങ്കിൽ ഒരിക്കലും നമ്മുടെ ബാലൻസ് ഷീറ്റ് ടാലി ആകുമോ? ഇല്ല. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് നമ്മൾ അക്കൗണ്ടിങ്ങിൽ ഫോളോ ചെയ്യുന്ന ഡബിൾ എൻട്രി സിസ്റ്റമാണ്. ഒരു ഡെബിറ്റിനെ എഫക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു ക്രെഡിറ്റിനെ ഡെഫിനറ്റ്ലി എഫക്ട് ചെയ്തിരിക്കും. സോ ഈ 78,600 ലയബിലിറ്റി സൈഡിൽ നിന്ന് കുറയുന്നത് എവിടെ നിന്നാണ്? ഐഡിയലി സ്പീക്കിംഗ് ഫ്രം ദ പ്രോഫിറ്റ് അല്ലേ. ക്യാപിറ്റലിൽ നിന്ന് തന്നെ കുറയാനാണ്. അതായത് കൊണ്ടുവന്ന എമൗണ്ട് അങ്ങനെ തന്നെ 1,00,000 രൂപ ഇന്ന് കൊണ്ടുവന്നു, നാളെ തന്നെ 78,000 രൂപ തിരിച്ചെടുത്തുകൊണ്ട് പോകുന്നതിന് വല്ല അർത്ഥമുണ്ടോ? അപ്പോൾ അതിൻ്റെ അർത്ഥം അവരിട്ടത് ആപ്പാട് 22 എന്നല്ലേ ഉള്ളൂ. സോ വിച്ച് മീൻസ് ബാങ്കിൽ നിന്ന് അവർ പിന്നീട് വിഡ്രോ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഇത്രയും നാളും അവരുടെ എഫേർട്ട് വഴി അവർ നേടിയെടുത്ത പ്രോഫിറ്റ് തന്നെയാണ്. സോ ബാങ്കിൽ നിന്ന് കുറയുമ്പോൾ എവിടെ നിന്നും കുറയുന്നുണ്ട്? കറസ്പോണ്ടിങ് പ്രോഫിറ്റിൽ നിന്നും കുറയുന്നുണ്ട്. ഇനി നമ്മളുടെ കയ്യിൽ ആകെപ്പാട് പ്രോഫിറ്റ് ഇനി മാറ്റിവെക്കാനുള്ളത് 1,18,600 ആണ്. അതിൽ എത്രയും നമ്മൾക്ക് എലിമിനേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ? 78,600. കാരണം 78,600 ബാങ്കിൽ നിന്ന് കുറയാൻ പാടുള്ളൂ. പ്രോഫിറ്റിൽ നിന്ന് കുറയാൻ ഇനി എത്രയുണ്ട്? 1,18,600 ഉണ്ട്. പക്ഷേ ബാങ്കിൽ നിന്ന് 1,18,600 പോകാൻ പാടില്ല. ബാങ്കിൽ നിന്ന് മാക്സിമം 78,600 പോകാൻ പാടുള്ളൂ എന്ന് ക്വസ്റ്റ്യനിൽ പറയുന്നത്. ബിക്കോസ് ഈ വിഡ്രോവലും കൂടെ കഴിയുമ്പോൾ ബാങ്കിൽ 1,00,000 ബാലൻസ് വേണമെന്ന് പറയുന്നു. So therefore, the amount that I can withdraw, amount that can be additionally withdrawn, at 78,600 from amount. So which means ഈ അഡീഷണൽ ഡ്രോയിങ്സും കൂടെ കഴിയുമ്പോൾ എൻ്റെ ബാക്കി ബാലൻസ് പ്രോഫിറ്റ്സ് എത്രയായിരിക്കും? 40,000. ഈ 40,000 are to be retained in profit sharing ratio. This 40,000 will be retained in what ratio? This 40,000 will be retained in profit sharing ratio എന്നാണ് പറയുന്നത്. So which means 40,000 എമ്മിൻ്റെ പേരിൽ എമ്മിനായിട്ട് റീറ്റെയിൻ ചെയ്യേണ്ടത് 20,000, നീലിനായിട്ട് റീറ്റെയിൻ ചെയ്യേണ്ടത് 12 ആൻഡ് ഓയ്ക്ക് റീറ്റെയിൻ ചെയ്യേണ്ടത് 8,000. Are we clear with that? Yeah. So now can you tell me how much should be the additional drawings? ഈ ബാലൻസ് നോക്കുക. ഇത്രയും ഡ്രോ ചെയ്യാൻ നമ്മളുടെ കയ്യിൽ ഉണ്ട് എന്നാണ് നമ്മൾ പറയുന്നത് ലാഭമായിട്ട്. പക്ഷേ കുറച്ച് അഡീഷണൽ ഡ്രോയിങ്സ് കഴിയുമ്പോൾ ബാലൻസ് എത്ര മെയിൻറ്റെയിൻ ചെയ്യണമെന്നാണ് ക്വസ്റ്റ്യനിൽ പറയുന്നത്. 40,000 ആണ് ബാലൻസ് വരേണ്ടത്. അത് എങ്ങനെ റീറ്റെയിൻ ചെയ്യണം? പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിൽ. അതായത് നമ്മളുടെ കയ്യിൽ 74,300 അവൈലബിൾ ആണ് എമ്മിന് കൊടുക്കാൻ. പക്ഷേ എമ്മിന് വേണ്ടി ഒരു 20,000 രൂപ ബാക്കി കാണണം. അതായത് എമ്മിന് മാക്സിമം ഇനി എത്രയും കൂടെ വിഡ്രോ ചെയ്യാം. സോ ഇതിൻ്റെ താഴെ തന്നെ നമുക്ക് വേണമെങ്കിൽ എഴുതാം. Therefore, additional drawings that can be made എത്രയുണ്ട്? നിങ്ങൾ 74,300 ശരിക്കും വിഡ്രോ ചെയ്യാം, ബിക്കോസ് പ്രോഫിറ്റ് അത്രയും ഉണ്ട്. എന്നാൽ ബാങ്കിൽ അത്രയും വിഡ്രോ ചെയ്യാനില്ല. അപ്പോൾ ബാങ്കിനെയും കൂടെ കണക്കിലെടുത്ത് നമ്മളോട് പറയുകയാണ് ഓരോരുത്തർക്കും പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിൽ മിച്ചമുള്ളത് വെച്ചിട്ട് വേണം ഡ്രോ ചെയ്യാൻ. അപ്പോൾ ബാലൻസ് അവൈലബിൾ ആയ 74,300ൽ നിന്ന്
74,300-ൽ നിന്ന് 20,000 രൂപ എമ്മിൻ്റെ പേരിൽ മാറ്റി വെക്കണം. അതായത് എമ്മിന് മാക്സിമം എത്ര വിഡ്രോ ചെയ്യാം? 54,300 അഡീഷണലി. ഇനി എന്നിന് 29,420 ഉണ്ട്. പക്ഷെ അതിൽ എത്ര റീറ്റെയിൻ ചെയ്യണം? 29,420-ൽ 12,000 രൂപ മാറ്റി വെക്കണം. അതായത് they have remaining 17,420 to additionally withdraw. And same way എന്നിന് വേണ്ടി ശരിക്കും 14,880 അവൈലബിൾ ആണ്, 14,880. പക്ഷേ അതിൽ നിന്ന് 8,000 രൂപ മാറ്റി വെക്കണം. അങ്ങനെയാണെങ്കിൽ റിമൈനിങ് 6,880. ഇനി ഇതിൻ്റെ എല്ലാത്തിനും കൂടെ സമ്മ നിങ്ങൾ നോക്കിക്കേ. ഇറ്റ് വിൽ ബി 78,600. So which means you have got how to apportion this 78,600 to each partner in such a way that after this apportionment is complete, balance ulla profit sharing ratio ലായിരിക്കും align ആയിരിക്കുന്നത്. So therefore where was it? To additional again drawings ബ്രാക്കറ്റിൽ അഡീഷണൽ ഇട്ടിട്ട് നമ്മൾക്ക് വർക്കിംഗ് നോട്ട് റെഫറൻസ് കൊടുക്കാം. ഐ തിങ്ക് ഇറ്റ് വാസ് വർക്കിംഗ് നോട്ട് 3 അല്ലേ. സോ 54,300, 17,420 ആൻഡ് 6,880. അതായത് ടോട്ടൽ പ്രോഫിറ്റ് എത്ര ഉണ്ടായിരുന്നു? 2,48,600. അതിൽ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ പോയി, ബാക്കിയുള്ള പ്രോഫിറ്റിൽ നിന്ന് വീണ്ടും കുറച്ച് ഡ്രോയിങ്സും കൂടെ പോയി. അത് കഴിഞ്ഞിട്ടുള്ള ബാക്കി പ്രോഫിറ്റ് ഇവരുടെ ക്യാപിറ്റലിലേക്ക് അക്യുമുലേറ്റ് ആയി ഇവരുടെ ഫൈനൽ സെറ്റിൽമെന്റിലേക്ക് ഉപകാരപ്പെടും. സോ 54,300, 17,420, 6,880 അല്ല പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിൽ അലൈൻ ആയിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇത് പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിൽ അലൈൻ അല്ല എന്ന് പറയുന്നത്? കാരണം നമ്മൾ ആഡ് ചെയ്തെടുത്ത ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ നോക്കുക, അത് പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിലാണ്. ഈ 3 എമൗണ്ട് പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയില്ല, 5:3:2 റേഷ്യോയിലാണ്. ഡ്രോയിങ് സ്റ്റിൽ ഡേറ്റും ഈ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലും പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിൽ അല്ല. ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് നമ്മൾ അങ്ങനെ എടുത്തിരിക്കുകയാണ്. സോ ദെയർഫോർ അവർക്ക് അഡീഷണൽ ഡ്രോയിങ്സ് വന്നിരിക്കുന്നത് ഒരിക്കലും പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ അല്ല. പക്ഷേ അഡീഷണൽ ഡ്രോയിങ്സും കൂടെ കഴിഞ്ഞിട്ട് വരുന്ന മിച്ചം പ്രോഫിറ്റ് ബൈ ഡൂയിങ് ബിസിനസ് അവരുടെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിലായിരിക്കണം അലൈൻ. അതാണ് ക്വസ്റ്റ്യൻ പറയുന്നത്. are to be retained in, അതായത് ഇത് കഴിയുമ്പോൾ ഈ അഡീഷണൽ ഡ്രോയിങ്സ് കഴിയുമ്പോൾ ബാക്കിയുള്ള പ്രോഫിറ്റ് ഷുഡ് ബി റീറ്റെയിൻഡ് ഇൻ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ. So now we have recorded drawings also. ഇനി എന്തും കൂടെ റെക്കോർഡ് ചെയ്താൽ മതി ക്യാപിറ്റൽ അക്കൗണ്ടിൽ. യു ക്യാൻ ജസ്റ്റ് ഷോ ഈ സെറ്റിൽമെന്റ് കാണിച്ചാൽ മതി, അല്ലെ? വേറെ ഒന്നും നമ്മളുടെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ ഇനി വരാനില്ല. റിയലൈസേഷൻ പ്രോഫിറ്റ് നമ്മൾ കാണിച്ചു. എന്തുകൊണ്ട് റിയലൈസേഷൻ പ്രോഫിറ്റ് എടുത്തില്ല? റിയലൈസേഷൻ പ്രോഫിറ്റ് ഒരിക്കലും ബിസിനസ് ചെയ്ത് കിട്ടിയതല്ല. ബിസിനസ് ക്ലോസ് ഡൗൺ ചെയ്ത് കഴിഞ്ഞപ്പോൾ വാല്യുവേഷന്റെ ഭാഗമായിട്ട് വന്ന പ്രോഫിറ്റ് ആണല്ലേ. അതൊരിക്കലും നോർമൽ ബിസിനസ് ചെയ്ത് വന്ന പ്രോഫിറ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഈ പ്രോഫിറ്റ് സഫിഷ്യൻറ്റ് പ്രോഫിറ്റ്സ് ഓഫ് ദ ഇയർ എന്ന് പറയുന്നതിനകത്തൊന്നും നമ്മൾ റിയലൈസേഷൻ പ്രോഫിറ്റിനെ എടുക്കാത്തത്. സഫിഷ്യൻറ്റ് പ്രോഫിറ്റ്സ് ഓഫ് ദ ഇയർ മീൻസ് ഈ വർഷം മുഴുവൻ ബിസിനസ് ചെയ്തത് വഴി വന്ന ലാഭം. സോ ദെയർഫോർ നൗ സെറ്റിൽമെന്റ് 10% പ്രിഫറൻസ് ഷെയർസ്. ഇത് വർക്കിംഗ് നോട്ട് 1 വർക്കിംഗ് നോട്ട് 1 അല്ല, പോയിന്റ് നമ്പർ എയിൽ ആദ്യം നമ്മൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. 1,36,000, 90,000 and 90,000 and 46,000. And then 2 equity shares. How much was it? 30, 18 and 12. So thus this account will get close ആകും. നിങ്ങളൊന്ന് ടാലി ആക്കി നോക്കിക്കോളൂ. ഇനി നിങ്ങൾക്കൊരു ചെക്ക് പോയിന്റ് ആയിട്ടൊരു പോയിന്റ് പറഞ്ഞത്, നമ്മൾക്ക് ഈ വർഷം കിട്ടിയ പ്രോഫിറ്റ് ഏതൊക്കെയായിരുന്നു? ടോട്ടലി ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എന്ന പേരിലും ഈ വർഷത്തെ പി ആൻഡ് അപ്രോപ്രിയേഷൻ ബാക്കിയുള്ളതും അല്ലേ. ഇത് രണ്ടുമാണ് നമ്മൾക്ക് കിട്ടിയ പ്രോഫിറ്റ്. 1,10,700 plus 13,600. മോഹിത്തിന്റെ ഇതിൽ നിന്നാണ് മോഹിത് എന്ത് ചെയ്തത്? ഡ്രോയിങ്സ് ഓൾറെഡി 50,000 എടുത്തുകൊണ്ട് പോയി. 50,000 കുറയ്ക്കുക, ബാക്കി 54,300 വീണ്ടും എടുത്തുകൊണ്ട് പോയി. അപ്പോൾ 20,000 ആണ് എക്സസ് പ്രോഫിറ്റ് കിടപ്പുള്ളത് അല്ലേ. അപ്പോൾ ഇത്രയും അക്കൗണ്ട്സ് ക്ലോസ് ആയി. ഇത്രയും
മനസ്സിലാക്കാൻ വേണ്ടി ഞാനിപ്പോൾ സ്ട്രൈക്ക് ഔട്ട് ചെയ്യുന്നതാണ്. ഇത്രയും എമൗണ്ട് ക്ലോസ് ആയി മോഹിത്തിൻ്റെ. ആ മോഹിത്തിൻ്റെ ഇനി ലെഡ്ജറിൻ്റെ ബാക്കി നോക്കുക. മോഹിത്തിന് ഓൾറെഡി ക്യാപിറ്റൽ എത്ര ഉണ്ടായിരുന്നു? 1,36,000. ഇനി ഇവിടുന്ന് ഒരു മിച്ചം 20,000 രൂപ ബാലൻസ് കിടപ്പുണ്ടല്ലേ. അപ്പോൾ 1,36,000 ഓപ്പണിംഗ് ക്യാപിറ്റൽ, ലാഭത്തിന്റെ ബാക്കി 20,000 നമ്മൾ ആ 40,000 പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിൽ അലൈൻ ചെയ്ത് അതിനോടൊപ്പം റിയലൈസേഷനിൽ വന്ന ലാഭം 10,000. ഈ 1,36,000 20,000 10,000 1,36,000 അങ്ങനെ തന്നെ എങ്ങോട്ട് ട്രാൻസ്ഫർ ആയിട്ടുണ്ട്? പ്രിഫറൻസ് ഷെയർസ് ഓഫ് പുതിയ കമ്പനി ആയിട്ടുണ്ട്. അപ്പൊ ഈ 1,36,000 പോയി, ഇറ്റ് ഹാസ് ഗോൺ ഓർ ഇറ്റ് ഹാസ് ബീൻ സെറ്റിൽഡ്. ഇനി മോഹിത്തിന്റെ ലെഡ്ജർ നോക്കി ബാലൻസ് എത്ര ഉണ്ട്? 20,000 രൂപ ലാഭം മാറ്റി വെച്ചതും റിയലൈസേഷൻ പ്രോഫിറ്റ് 10,000, അതായത് എത്രയുണ്ട്? 30,000. ഈ 30,000 ആണ് എങ്ങനെ കൊടുത്തത്? ഇക്വിറ്റി ഷെയർസ് വഴി കൊടുത്തത്. അങ്ങനെ അയാളുടെ അക്കൗണ്ട് ക്ലോസ് ആയി. ക്ലിയർ ആയോ? നീലിന്റെ അതേപോലെ എടുക്കാം. നീലിന്റെ പ്രോഫിറ്റ് എത്ര ഉണ്ടായിരുന്നു? 9,000 പ്ലസ് 66 420, 75,420 ഉണ്ട്. അതിൽ നിന്ന് അയാൾക്ക് എത്ര കിട്ടി? ഓൾറെഡി ഡ്രോയിങ്സ് ആയിട്ട് 46,000 പോയി, ബാക്കി 17,420. സോ ഈ ലെഡ്ജേഴ്സും ഇത് ക്ലോസ് ആയി, ഇത് ക്ലോസ് ആയി. ബാലൻസ് എത്രയുണ്ട്? ബാലൻസ് 12. ബാലൻസ് 12 ഉണ്ട്. ഓപ്പണിംഗ് ക്യാപിറ്റൽ 90 അങ്ങനെ തന്നെ പ്രിഫറൻസ് ഷെയർ ആയിട്ട് പോയി, അപ്പൊ അത് മാറി. അപ്പൊ ബാക്കിയുള്ള പ്രോഫിറ്റ് 12ഉം റിയലൈസേഷൻ പ്രോഫിറ്റ് വഴി വന്ന 6,000 ആണ് എങ്ങനെ സെറ്റിൽ ചെയ്തിരിക്കുന്നത്? ഇക്വിറ്റി ഷെയർ ആയിട്ട് സെറ്റിൽ ചെയ്തിരിക്കുന്നത്. Clear? Now ohm for profit എത്ര ഉണ്ടായിരുന്നു? 4,600 plus 44 280, total 48,880 ഉണ്ട്. അതിൽ നിന്ന് 34,000 ഓൾറെഡി ഡ്രോയിങ്സും ബാക്കി 6,880, അതായത് ബാലൻസ് 8,000 രൂപ ഉണ്ട്. ഇപ്പോൾ ക്രെഡിറ്റ് സൈഡിൽ 46,000 ഓപ്പണിംഗ് ബാലൻസ്, 8,000 പ്രോഫിറ്റ്, ബാക്കിയുള്ളത് 4,000 റിയലൈസേഷൻ. 46,000 ഓപ്പണിംഗ് ബാലൻസ് അങ്ങനെ തന്നെ പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റലായിട്ട് പോകുന്നു. ബാക്കിയുള്ള 8,000 പ്രോഫിറ്റും 4,000 റിയലൈസേഷൻ പ്രോഫിറ്റും ചേർന്ന് 12 ആണ് ഇക്വിറ്റി ഷെയർ ആയിട്ട് കൊടുക്കുന്നത്. ഇനി പ്രിഫറൻസ് ഷെയർ ഓപ്പണിംഗ് ക്യാപിറ്റൽ തന്നെ വരാനുള്ള കാരണം ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എത്ര കൊടുത്തോ അത്രയും തന്നെ പ്രൊപ്പോർഷനിൽ ഇനി പ്രിഫറൻസ് ഷെയറിൽ നിന്ന് വരുമാനം കിട്ടണമെന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് ആ പെർസെൻറ്റേജ് അങ്ങനെ തന്നെ അപ്ലൈ ചെയ്തത്. 10% ഓൺ 1,36,000. 13,600 തന്നെ പ്രിഫറൻസ് ഷെയറിൽ നിന്ന് ഡിവിഡൻഡ് കിട്ടണമെങ്കിൽ, പ്രിഫറൻസ് ഡിവിഡൻഡ് ആയിട്ട് കിട്ടണമെങ്കിൽ കൊടുക്കേണ്ട ക്യാപിറ്റൽ ഇത്രയും ആയിരിക്കും. സോ ദിസ് ഇസ് ഹൗ ദിസ് എൻറ്റയർ ക്വസ്റ്റ്യൻ ഇസ് വർക്ക്ഡ് ഔട്ട് ഹിയർ. സോ ഐ ഹോപ്പ് ഈ ഒരു ക്വസ്റ്റ്യൻ ക്ലിയർ ആയി എന്നുള്ളത്. കുറച്ചൊന്ന് മനസ്സിരുത്തി ഒന്ന് വായിച്ചു നോക്കണം. ഇത് RTP ക്വസ്റ്റ്യൻ ആണ്. ഇനി RTPയിൽ ഇതേ മോഡൽ ആയിരിക്കുകയല്ല ചിലപ്പോൾ, ലാസ്റ്റ് വർക്കിംഗ് നോട്ട് കമ്പ്യൂട്ട് ചെയ്തേക്കുന്നത്. ഇത് കുറച്ചും കൂടെ സിംപ്ലറായി നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഞാൻ പറഞ്ഞുതരാൻ ശ്രമിച്ചു. സോ ബട്ട് ഇഫ് യു വോണ്ട് ടു go ahead and check that working note also, പോയി നോക്ക്. എന്നിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഒരെണ്ണം എടുത്താൽ മതി. I'm not going to take up that particular way of working now. Almost സെയിം തന്നെയാണ്, പക്ഷെ കുറച്ച് എക്സ്പ്ലനേഷൻ തന്ന് ചെയ്യാൻ നോക്കി എന്നുള്ളതേ ഉള്ളൂ. സോ എനിവേ ഇത് കുറച്ചും കൂടെ നിങ്ങൾ മനസ്സിലാകാൻ വേണ്ടി ഒന്നും കൂടെ വർക്ക്ഔട്ട് ചെയ്ത് നോക്കുക. ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ് ഇങ്ങനത്തേതൊക്കെ. കാരണം കുറേ വർക്കിംഗ് നോട്ടും പഴയ നിങ്ങൾ പഠിച്ച കാര്യങ്ങളും കുറച്ച് ബേസിക് മാത്സും ഒക്കെ നമ്മൾ അപ്ലൈ ചെയ്ത് വേണം ഇങ്ങനത്തെ പ്രോബ്ലം ഒക്കെ ചെയ്ത് നോക്കാൻ. സോ വിത്ത് ദാറ്റ് I'm winding up today's class. ഇനി അടുത്ത ക്ലാസ്സിൽ നമ്മൾക്ക് ഡിസൊല്യൂഷനോടൊപ്പം അല്ലെങ്കിൽ സെയിൽ ടു എ കമ്പനി, കൺവേർഷൻ ഓഫ് എ കമ്പനിയോടൊപ്പം അഡ്മിഷൻ, റിട്ടയർമെൻറ്റ്, ഡെത്ത് വരുന്ന ക്വസ്റ്റ്യൻസും കൂടെ കവർ ചെയ്യാനുള്ളൂ. വിത്ത് ദാറ്റ് വി വിൽ വൈൻഡ് അപ്പ് പാർട്ട്ണർഷിപ്പ് അക്കൗണ്ട്സ് ഡിസൊല്യൂഷൻ എന്ന് പറയുന്ന chapter complete ചെയ്യുകയാണ്. And immediately after that we will start a fresh chapter, hopefully something simpler than that. But CA സ്റ്റുഡൻസിനെ സംബന്ധിച്ചിടത്തോളം സെക്കൻഡ് ഗ്രൂപ്പിലുള്ള മിക്ക ചാപ്റ്റേഴ്സും കുറച്ച് വലിയ ചാപ്റ്റേഴ്സ് ഒക്കെ ഉണ്ട്, കുറച്ച് 2-3 ചെറിയ പോർഷൻസേ ഉള്ളൂ. സോ എനിവേ ആഫ്റ്റർ ദിസ് വി മൈറ്റ് ടേക്ക് അപ്പ് എ ലൈറ്റർ ചാപ്റ്റർ വിച്ച് ഈസ് ഈസി ഫോർ യു. പിന്നെ ഈ ക്വസ്റ്റനിൽ ബാലൻസ് ഷീറ്റ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഐ എം നോട്ട് ഗോയിങ് ടു പ്രിപ്പയർ ദാറ്റ് ആൻഡ് ഷോ, ബിക്കോസ് അത് മിയർലി ഫോമാറ്റ് കാണാതെ പഠിച്ച് പ്രിപ്പയർ ചെയ്യുന്നതാണ്. അതുമല്ല ഫൈനൽ അക്കൗണ്ട്സ് ഓഫ് കമ്പനീസ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ നിങ്ങൾ പഠിച്ചിട്ടുള്ളവരാണ്, ഫസ്റ്റ് ഗ്രൂപ്പിൽ അല്ലെ പഠിക്കാനുള്ളവരാണ്. അപ്പോൾ അത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പോർഷനൊക്കെ കംപ്ലീറ്റ് ചെയ്യാം. അപ്പോൾ കമ്പനിയുടെ ഒരു ബാലൻസ് ഷീറ്റും ഞാൻ ഇവിടെ ടെക്സ്റ്റ് നോട്ടിൽ എഴുതിപ്പിക്കുന്നില്ല സെപ്പറേറ്റ്ലി, കാരണം അത് മിയർ ഫോമാറ്റ് റൈറ്റിംഗ് ആയത് കാരണം ഇറ്റ് വിൽ ജസ്റ്റ് കൺസ്യൂം ടൈം.
but not give much effect. എന്തെങ്കിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ അതിൽ പ്രസൻറ്റ് ചെയ്യാനുണ്ടെങ്കിൽ അത് ഞാൻ പറഞ്ഞേക്കാം. So ഈ balance sheet of the company, if you have already cleared or if you have already learned about final accounts of companies in a balance sheet format, നിങ്ങൾക്ക് തന്നെ വർക്കൗട്ട് ചെയ്യാം. അല്ലെങ്കിൽ ഈ പോയിന്റ് നമ്പർ സിക്കുള്ള സ്പേസ് മാറ്റി വെച്ചേക്കുക. ഫൈനൽ അക്കൗണ്ട്സ് ഓഫ് കമ്പനീസ് കഴിയുമ്പോൾ നിങ്ങൾ ടെക്സ്റ്റിലെ ഫോർമാറ്റ് നോക്കി ഇവിടെ വന്ന് കംപ്ലീറ്റ് ചെയ്തോളൂ, വിച്ച് എവർ ഇസ് കംഫർട്ടബിൾ ഫോർ യു. വി ആർ ഗോയിങ് ടു ജസ്റ്റ് ഫോക്കസ് ഓൺ ദ അതർ ടു ഏരിയാസ്. ബാലൻസ് ഷീറ്റ് ഓഫ് കമ്പനി, ഇറ്റ് വിൽ ബി യുവർ homework or practice work or practice task. Yeah. So with that, I'm winding up this chapter. Sorry, not chapter. Winding up this session. So till we meet again, stay safe and happy. Thank you.